ജോസഫ് പാസ്റ്റർക്കും ഈ പ്രെയർ ലീഡ് ചെയ്യുന്ന സന്ധ്യ സിസ്റ്ററിനും ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അമ്മ മറന്നാലും മറക്കാത്തവനും ഒരു നാളും കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനും എപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് സത്യത്തിന്റെ പാതയിൽ എന്നും എപ്പോഴും വഴി നടത്തുന്നവനുമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, എന്റെ പേര് ഗിരിജാകുമാരി ആർപി എന്നാണ്. എന്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പാരൻസ് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് അവർ ദൈവത്തെ അറിഞ്ഞ ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് എന്റെ രണ്ടും കൂടെ ഒരു മണിക്കൂർ കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് എന്റെ അനുഭവ സാക്ഷി ഇന്ന് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. പല ദിവസം വിചാരിച്ചെങ്കിലും ലീവ് കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായി. ഇന്ന് ദൈവം അപ്രകാരം ഒരു അവസരം ഒരുക്കാനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനുപരി എനിക്ക് നന്ദി പറയാനും സ്തോത്രം പറയുവാനും സ്തുതിക്കാനുമുള്ള എന്റെ കർത്താവ് യേശു ക്രിസ്തുവിന് ആയിരം ആയിരം നന്ദി പറയുന്നു. ഇപ്രകാരം ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതോ ചിന്തിച്ചതോ അല്ല. എന്നാൽ ദൈവത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദയക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ എന്റെ എപ്പോഴും എന്റെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കുന്ന ഒരു ദൈവജനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കാം. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയ സഹോദരന്മാർ, കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ, ഞങ്ങൾ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും, ഇപ്പോഴും യൂട്യൂബിലൂടെ വീണ്ടും ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും എന്നെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്താണ് പറയേണ്ടത് അപ്പോൾ നാവിലാക്കി തരാമെന്ന വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. പാപ്പ, ഞങ്ങൾ ആശ്രയിക്കുന്നു. എന്താണ് ഈ ജനത്തിന് ആവശ്യമായിരിക്കുന്നത്? കർത്താവെ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവെ, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവെ അവരുടെ ആവശ്യം അറിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് വീഴുവാൻ ദൈവം അനുവദിക്കരുത്. നാവിന്റെ പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പോലും പാഴ്വാക്കായി തീരാതെ എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാൻ, അവരെ ആത്മീയത്തിൽ പണിയുവാൻ കർത്താവെ, സാക്ഷി കേട്ട് കഴിയുമ്പോൾ അവിടെ ആത്മീയത്തിൽ കർത്താവ് ആത്മീയ ജീവിതം വർദ്ധിക്കുവാൻ തൊക്കണം. ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സിസ്റ്റത്തെയും എല്ലാം നെറ്റ്വർക്കിനെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലത്തെ നിയന്ത്രിക്കണമേ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. എന്റെ അപ്പന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. എന്റെ അമ്മയുടെ പേര് പത്മാശി എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവരെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ പിന്നത്തേതിൽ അവിടെ മാരേജിന് മുമ്പ് തന്നെ കർത്താവിനെ അറിയാനുള്ള ഒരു ഭാഗ്യം ദൈവം കൊടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്രകാരം ഒരു വിശ്വാസത്തിൽ അടിയുറച്ച ഒരു പെന്തക്കോസ്ത് ഭവനത്തിൽ, ഒരു സാധാ കുടുംബമല്ല, വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ വളരുവാൻ ദൈവം, ജനിക്കുവാനും വളരുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. എന്നാൽ എന്റെ കുടുംബത്തിൽ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും 2 മക്കളാണ്. മൂത്ത മകനെ MA ഇംഗ്ലീഷ് കഴിഞ്ഞു, നെറ്റ് എക്സാം ഒക്കെ പാസ്സായി, ജോലി ആയില്ല, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് മകളാണ്. അവളെ മെഡിസിൻ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു. ദൈവകൃപയാൽ സന്തോഷമാണ്. ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആണ്, ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നാലും കുടുംബമായി തന്നെ ആ ദൈവ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. എന്റെ കുടുംബത്തിലും ഓരോ വ്യക്തികളിലും അനേക അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. മകനാണെങ്കിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കൺസീവ് ആകുന്നത്. അതുവരെയും പ്രാർത്ഥനയിലായിരുന്നു. ഒരിക്കൽ പോലും ഡോക്ടറെ കാണാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരിക്കലും ഒരു പ്രവാചകൻ ഇപ്രകാരം എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മെഡിക്കൽ ശാസ്ത്രത്തിന് അസാധ്യം, എന്നാൽ ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോ കൃത്യം ഡേറ്റ് അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ, എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്കത് മനസ്സിലായി. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ മേയില് എങ്കിൽ കുഞ്ഞ് ജനിക്കണം, അങ്ങനെയാണെങ്കിൽ 9 മാസം മുമ്പ് പീരീഡ്സ് നിൽക്കണം, അല്ലാതൊക്കെ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ കണക്കിന് തെറ്റിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ച ആ മാസവും എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ പിന്നെ അടുത്ത മാസം പ്രഗ്നന്റ് ആയാലും കുഞ്ഞ് ജൂണിലേ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത, ദൈവം കള്ളം പറയൂ. പിന്നെ ഞാൻ എന്റെ യേശുവിനെ ഭയങ്കര വിശ്വാസമാണ്, എന്റെ യേശുവിനെ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ ഒരു വിശ്വാസം ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. അത് അന്നത്തെ വിശ്വാസവും സ്നേഹവും ഇന്നും മായാതെ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെന്ന് ആ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു.
ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും ആഞ്ഞടിക്കുമ്പോഴും ഇപ്പോഴും ആ വിശ്വാസം ഒന്ന് ചോർന്നു പോകാനോ ദൈവസ്നേഹം കുറയാനോ ദൈവം അനുവദിക്കാതെ എന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും യേശുപ്പനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനും കാരണമായിട്ടേ ഉള്ളൂ. ശത്രു എത്രത്തോളം എന്നെ വെട്ടുമോ അത്രത്തോളം എന്റെ മൂർച്ച കൂടുമെന്ന് ഞാൻ ദിവസേന തീരുമാനിച്ചതിന് വേണ്ടി ദൈവകൃപയെ ഞാൻ ശരണപ്പെട്ടു, ഇപ്പോഴും ശരണപ്പെടുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, എന്നാലും ജൂൺ ആകുമല്ലോ എന്ന്. ഇങ്ങനെ 9 മാസം 9 ദിവസമാണല്ലോ. പറഞ്ഞതുപോലെ അടുത്ത മാസം ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷേ ഡേറ്റ് നോക്കുമ്പോൾ ജൂണിലാണ്. എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സ്കാൻ ചെയ്യുമ്പോൾ, ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ വളർച്ച മുന്നോട്ടായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത കർത്താവാണ്. നാം മനുഷ്യർ വാക്ക് പറയുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാം, മാറിപ്പോകാം. എന്നാൽ ദൈവത്തിന് മാറ്റം വരത്തില്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ പറയുമായിരിക്കും, പീരീഡ്സ് ഇറഗുലർ അല്ല, റെഗുലർ ആയിരുന്നു. 1 മാസം പോലും തെറ്റിയിട്ടില്ല, റെഗുലർ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ ആ മെയ് മാസത്തിൽ തന്നെ ഡെലിവറി ആയി. മെഡിക്കൽ ശാസ്ത്രപരമായി പറഞ്ഞ ഒരു 4 ആഴ്ച മുൻപായിരുന്നു. പക്ഷെ 4 ആഴ്ചയല്ല, കുഞ്ഞ് ഫുൾ ടൈം ആയിരുന്നു, നോർമൽ ആയിരുന്നു. 3-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ ഓർക്കും, അബ്രഹാമിന് വർഷം പറഞ്ഞാണ് ദൈവം കുഞ്ഞിനെ കൊടുത്തെങ്കിൽ എനിക്ക് വർഷമല്ല മാസവും പറഞ്ഞു തന്നെയാണ് കുഞ്ഞിനെ തന്നെ. വാഗ്ദത്തമുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പോരുണ്ടെന്ന് പറയുന്ന പോലെ ജനനം മുതൽ പലവിധമായ പോരാട്ടത്തിലൂടെ രോഗദുഃഖങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അതിനെല്ലാം ദൈവം വിടുവെച്ചു. ഇന്നയോളം ദൈവം നടത്തുന്ന കൃപയോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ കാലിന്റെ എല്ലിനൊരു നീളക്കുറവ് ഞാനത് കണ്ടു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥിക്കാൻ പോലും ഒരു വ്യക്തിയോടും പറഞ്ഞില്ല. പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു പോലും ഒരു രഹസ്യം പറഞ്ഞാൽ അത് പിന്നത്തേതിൽ പാട്ടാകും എന്ന് എനിക്കൊരു സംശയമാണോ? എനിക്ക് അതിനെക്കാലം എന്റെ ദൈവത്തെ വിശ്വാസമാണ്. ഞാൻ എന്തോ ആയതുകൊണ്ടല്ല. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസമാണ്. വിശ്വസിക്കുന്നവൻ ദൈവത്തിന് സകലവും സാധിക്കും എന്ന് നാം പറയുമ്പോൾ ദൈവം പറയുന്നത് വിശ്വസിക്കുന്നതിന് സകലവും സാധ്യം. അതിന്റെ ആപ്തവാക്യമാണ് സകലം. അപ്പോൾ ഞാനത് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ പിന്നത്തേതിൽ ജനിച്ചപ്പോൾ ഇച്ചിരി ഒരു നീളക്കുറവുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാനത് നോട്ട് ചെയ്തു. ചേട്ടത്തി, മോന് കാലിനൊന്ന് നീളക്കുറവാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നീ വെറുതെ ഇരിക്കും, അവന് കാലിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇച്ചിരി വളവും ഉണ്ടായിരുന്നു. എന്റെ അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് നേരെയൊക്കെ പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ അവന് ഒരു നീളക്കുറവ് ഇപ്പൊ ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നേ പോയി. കഴിഞ്ഞ ദിവസം ആരോടും എന്റെ മോനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ, ഇങ്ങനെ ഒരു നീളക്കുറവുണ്ടായിരുന്നു. ഞാൻ ആ സാക്ഷി ആരോടും പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാൻ മറന്നുപോയതാ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണ് എന്റെ സാക്ഷിയിൽ ഇതുവരെ ആ കാര്യം പറഞ്ഞിട്ടില്ല. അവനും അത് അറിയത്തില്ല. അങ്ങനെ ദൈവം അത്ഭുതം തരുന്നു. അതുപോലെ മകള് ജനിച്ചു കഴിഞ്ഞ് 8ന്റെ അന്ന് പാല് കുടിച്ച് ഛർദിച്ച് ആസ്പിറേറ്റ് ചെയ്തു. ആക്ച്വലി അങ്ങനെ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ലങ്സിൽ പോയിട്ട് അപ്പോൾ തന്നെ സഡൻ ഡെത്ത് ആണ്. നോക്കുമ്പോൾ കുഞ്ഞ് കൈകാലിട്ടടിക്കുന്നു, യൂറിൻ പോയി, മോശം പോയി, വേർത്ത് കുളിച്ച്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കാണെങ്കിൽ പൾസ് പോലും നോക്കാനുള്ള ധൈര്യമില്ല. പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്ന് വെച്ചാല് ഞാൻ അന്ന് ICUയിൽ വർക്ക് ചെയ്യാണ്. തൊട്ട് താഴെയാണ് പിള്ളേരുടെ വാർഡ്. അവിടെ നിന്ന് ഇങ്ങനെ ആസ്പിറേറ്റ് ചെയ്ത് ICUയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ പോയി കഴിയും. ഞാൻ എന്റെ കുഞ്ഞ് പോയി എന്ന് വിചാരിച്ച് തന്നെ ഞാൻ പൾസ് നോക്കിയില്ല. എന്നാൽ അമ്മ എടുത്തോണ്ട് ഹോസ്പിറ്റലില്, എന്റെ വീട് വിഴിഞ്ഞത്താണ്, അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ലങ്സ് നിറച്ച് പാലാണ്, വൊമിറ്റസ് ആണ്, എത്രയും പെട്ടെന്ന് SITയിലോട്ട് പോകാൻ പറഞ്ഞു. ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ ആ കാറിലിരുന്ന് എന്റെ കുഞ്ഞിനെ നോക്കുന്നേ ഇല്ല, ഞാൻ കരയുന്നല്ലാതെ. എന്റെ അമ്മ ഇങ്ങനെ നിലവിളിക്കും. ഞാൻ പക്ഷെ എന്റെ ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അവള് പ്രാർത്ഥിച്ച് വാങ്ങിച്ച് ദൈവം കൊടുത്തതാണ്, എന്തിനാ അവളെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ കാണിച്ചു ദൈവം എന്ന് പറഞ്ഞു. അമ്മയുടെ നിലവിളി മാത്രമേ എനിക്ക് കേൾക്കത്തുള്ളൂ. പക്ഷേ പകുതി ദൂരം വന്നപ്പോൾ എന്റെ കുഞ്ഞനകാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അവളെ ലങ്സിലെ പാല് കയറിയത് എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഓർത്തു, ഇപ്പോൾ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഇടുമായിരിക്കും. വെന്റിലേറ്ററിൽ ഇട്ടിട്ട് മാത്രമേ ആ ലങ്സിൽ പോയ ആ കഫം അല്ല ആ പാൽ അല്ലെങ്കിൽ ആ ഛർദിൽ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. കൊണ്ടുവന്ന ഉടനെ ഞങ്ങൾ വെന്റിലേറ്റർ ഇടും, ട്യൂബ് ഇട്ട് സക്ഷൻ ചെയ്തെടുക്കും. എന്റെ കൊച്ചിന് വെന്റിലേറ്ററിൽ ഇടുമായിരിക്കും, ന്യൂമോണിയ വരുമായിരിക്കും. ഇങ്ങനെ പല എന്റെ മെഡിക്കൽ നോളജ് പോയെങ്കിലും അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവേഷനിൽ കിടത്തി. ഒരു കുഴപ്പമില്ല, ഒരു ഇഞ്ചക്ഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ അന്ന് തന്നെ ഞാൻ അവിടെ വെള്ളം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാഫ് നേഴ്സാണ്, ഞാൻ നോക്കിക്കൊള്ളാം, അടുത്താണ് വീട്. അങ്ങനെ പറഞ്ഞ് എന്റെ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം അവളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി. ഇപ്പോഴും പല ഫൈറ്റുകളുണ്ട്. അവളാണ് ഞാൻ പറഞ്ഞ മെഡിസിൻ പഠിക്കുന്ന, സർജൻസി ചെയ്യുന്നുണ്ട്.
പക്ഷെ പല പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദയക്കായ സ്തോത്രം. അന്നും ഇന്നും എന്ത് അസുഖം വന്നാലും ആദ്യം ഞാൻ ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആശുപത്രി പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ജലദോഷം വന്നാലും ഞാൻ പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞാൽ ഒത്തിരി വിടുതന്റെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ അല്ല സാക്ഷികളെല്ലാം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. എപ്പോഴും ഞാൻ പറയും വാത്തത്തെ, എന്റെ കുഞ്ഞ് രണ്ടുപേരും വാത്തത്വം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മുളയിലെ നശിപ്പിക്കാൻ ശത്രുവാൻ നോക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് മോശയും യേശുവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനനത്തിലെ നശിപ്പിക്കാൻ നോക്കി, അതുപോലെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കി, അതുപോലെ എന്നെയും. എനിക്ക് 51 ദിവസം പ്രായമുള്ളപ്പോൾ എന്റെ മൂത്തത് ബ്രദറാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങള് 6 മക്കളാണ്, 3 ആണും 3 പെണ്ണും. ഞാൻ രണ്ടാമത്തതാണ്. മൂത്തത് എന്റെ ബ്രദറാണ്. അപ്പൊ തങ്കച്ചി തങ്കച്ചി എന്ന് പറഞ്ഞ എന്നെ ഭയങ്കര കാര്യമാണ്. 2 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്. എപ്പോഴും എന്റെ കഴുത്ത് തന്നെ ഇങ്ങനെ കാണും. അങ്ങനെ നിന്നപ്പോൾ എന്തോ കാല് തട്ടി എന്റെ പുറത്തോട്ട് എന്റെ ബ്രദർ വീണു. എന്നിട്ട് ഇങ്ങനെ കൈകുത്തി അങ്ങാണ്ട് എണീറ്റു. ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അപ്പോഴാ അമ്മ ഓടി വന്നത്. നോക്കുമ്പോ എന്താന്ന് അറിയത്തില്ല. അപ്പൊ ബ്രദർ പറഞ്ഞു ഞാൻ വീണു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർത്താതെ കരച്ചിലാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേഹം എല്ലാം നീരാണ്. യൂറിൻ പോകുന്നില്ല, മോശം പോകുന്നില്ല, അങ്ങനെ മലമൂത്രം പോകാതെ, ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര ശ്വാസം മുട്ടലാണ്. പക്ഷെ അവര് നോക്കിയിട്ട് പറയുന്ന അസുഖം ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല, പുറമെ കേടുകളൊന്നും കാണുന്നില്ല. അങ്ങനെ പിന്നെയും വിട്ടു. അങ്ങനെ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഭയങ്കരമായിട്ട് ശ്വാസം പിടിച്ച് മരിക്കും എന്നൊരു സ്റ്റേജ് ആയപ്പോൾ, സന്ധ്യയായപ്പോൾ, അന്ന് നമ്മുടെ ചിമ്മിനി വിളക്കാണല്ലോ, അത് കാരണം സന്ധ്യയായപ്പോൾ എന്റെ അപ്പന്റെ അപ്പം പറഞ്ഞു ഒരു പെട്രോമാക്സ് ലൈറ്റ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പെട്രോമാക്സ് ലൈറ്റ് എടുക്കുന്ന എന്തിനാന്നുള്ളവർക്കറിയാം, മരണത്തിനൊക്കെയാണ്. അവിടെ വെളിച്ചമില്ല. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണ്. പെട്ടെന്ന് അമ്മ ദേ എന്നെ കൈവച്ചിട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന്റെ ആത്മാവിനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച്. അപ്പന് വഴക്കുറഞ്ഞു, കുഞ്ഞ് വെറുതെ ഇരിക്കുവല്ലേ എന്ന് പറഞ്ഞ്. എന്നാലും ശക്തമായി അമ്മ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെ അമ്മ കാണുകയും അമ്മയുടെ കൺട്രോൾ വിട്ട് അന്യഭാഷയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ ആരോ കയ്യിൽ മേടിച്ചു. എന്നാൽ ആ നിമിഷം ദൈവം എന്നെ വിടുവിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമിലും എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അന്ന് കണ്ടിരുന്നത് കൊണ്ട് ഒരു ശത്രുവിനോ ഒന്നിനോ എന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പിന്നെയും അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ദാരിദ്ര്യ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. 5.25 വർഷം വരെ അമ്മയുടെ അപ്പനെ കല്യാണം കഴിഞ്ഞ 5.25 വർഷം വരെ ഒരു മുറിയിലായിരുന്നു. ഞങ്ങൾ 4 മക്കളാകുന്നവരെയാന്ന് തോന്നുന്നു. ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറിയാണ്. അവിടെ തന്നെ അടുക്കള, അവിടെ തന്നെ ബെഡ്റൂം, അവിടെ തന്നെ സ്റ്റോർ റൂം എല്ലാം. അടുപ്പ് കത്തിച്ച് പാചകം ചെയ്യുന്ന അടുപ്പ് ചൂടായിരിക്കും രാത്രി. അതുകൊണ്ട് വെള്ളം തളിച്ചിട്ട് പാത്രങ്ങളെല്ലാം അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരറ്റത്ത് പായിട്ടിട്ടാണ് ഞങ്ങളെല്ലാം കിടന്നത്. അങ്ങനെ 5.25 വർഷം ഒരു റൂമിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വീട് മേടിക്കുന്നത്. അപ്പന് ജോലി ഇല്ലായിരുന്നു. 2 മക്കളും 4 പിന്നീടാ ജോലി കിട്ടിയത്. ജോലിക്ക് വേണ്ടി കൊണ്ടുവച്ച പൈസ എല്ലാം നഷ്ടമായി. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവരുടെ ജീവിതം ആരംഭിച്ചത്. ആദ്യം 15 സെന്റ് സ്ഥലം വാങ്ങിച്ചെങ്കിലും 2 റൂമാണ്. ഒരു റൂമും ഒരു ചെറിയ റൂമും പിന്നെ അടുക്കള എന്ന് പറയുന്ന ഒരു ചായ്പാണ്. ചായ്പ് എന്ന് പറഞ്ഞ ഓലയൊക്കെ കുത്തിമറച്ച ഒരു വാതിലും ഓല തന്നെയാണ്, ഓല മെടഞ്ഞത്. അല്ലാതെ ഓല അങ്ങനെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ 8 മക്കളാകുന്നത് വരെയും ആ 2 റൂമിലായിരുന്നു. ഒരു റൂം എന്ന് പറയുന്നത് വലുതാണ്. അവിടെ പായിട്ട് ഞങ്ങള് 6 മക്കളെ, ഞങ്ങൾ അപ്പനും അമ്മയും ഞങ്ങൾ 8 പേരും ആ റൂമിലായിരുന്നു കിടക്കുന്നത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ കോഴിയും ആട്, പശു ഇതിനൊക്കെ വളർത്തിയിട്ടാണ്. അപ്പോഴത്തേക്ക് അപ്പന് ജോലി കിട്ടും. പക്ഷെ 15 രൂപ അങ്ങനെ ഉണ്ടാണ് സാലറി. അതുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് പശുവുണ്ട്, ആടുകൾ, കോഴികളൊക്കെ ഉണ്ട്. അതിനെല്ലാം വളർത്താനും നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. പുല്ല് പറിക്കാൻ പോകുന്ന ഞാൻ 7ാം ക്ലാസ് വരെ 12 വയസ്സ് വരെയും പുല്ല് പറിക്കാൻ അണ്ണന്മാരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. അതിന് സ്കൂളിൽ പോകണം. അതിനു മുമ്പ് പുല്ല് പറിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ആഴമുള്ള കിണറാണ്. ഇതിന് വെള്ളം കോരണം. ഓരോരുത്തർക്കും പ്രായമനുസരിച്ച് ചെറിയ തൊട്ടി, വലിയ തൊട്ടി, പിന്നെ പാളയെന്ന് പറയും. പാള ഇങ്ങനെ കോട്ടി അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇത്ര അളവുണ്ട്. ഒത്തിരി താഴ്ചയുള്ള കിണറാണ്. അതിൽ നിന്നൊക്കെ വെള്ളം കോരി കൊടുത്ത് അതിന് ചാണകം വരണം. അതിന്റെ പശുവിന്റെ മൂത്രം കോരി ഒഴിക്കണം. പുല്ല് പറിക്കാൻ പോകണം. മരിച്ചരി മേടിച്ചു കൊടുക്കണം. 5-5:30 ആകുമ്പോൾ ഞങ്ങളെ വിളിച്ചുണർത്തും. അത് കഴിഞ്ഞിട്ട് ഫാമിലി പ്രെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിടുന്നത്. ഇത്രയൊക്കെ ജോലി ഉണ്ടെങ്കിലും എത്രയൊക്കെ തിരക്കാണെങ്കിലും ഫാമിലി പ്രെയർ രാത്രിയും രാവിലെ ഒരുപോലെ ഒരു ആരാധന തന്നെ. രാവിലെ അത്രയും സമയമില്ല.
അപ്പന് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാത്രി ഞങ്ങൾ 8 പേര് ഇരുന്ന് ഇന്നത്തെ ഒരു ആരാധന എന്ന് പറയാം. അവിടെ പ്രബോധനമുണ്ട്, പ്രവചനമുണ്ട്, കൈയടിച്ച വലിയ ആരാധന. ഒരു മണിക്കൂറോളം 1.5 മണിക്കൂറോളം അത് നീണ്ടുപോകും. ആരാധന ഒരിക്കലും കുറയ്ക്കത്തില്ല. അതുപോലെ ആരാധനയ്ക്ക് പോകാനും ഞങ്ങളന്ന് 1 മണിക്കൂർ നടന്ന് വേണം ആരാധനയ്ക്ക് പോകാൻ. മാതാക്കളെന്ന് പറയും, ഞങ്ങളെ മക്കളെയൊക്കെ ഞായറാഴ്ച മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. 2 വയലും 2 തോട് തോടൊക്കെ കടന്നു വേണം പോകാൻ. അപ്പൊ രാത്രിയിൽ ഈ വരമ്പനിലൂടെ പോകുമ്പോ ഒട്ടും വീതിയില്ല. കുഞ്ഞുങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ചൂട്ടിങ്ങനെ കെട്ടിയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങള് അധികം കൊണ്ടുപോകാറില്ല. പക്ഷെ മഴ പെയ്യുമ്പോഴൊക്കെ സൺഡേ മുടക്കാറില്ല. എത്ര മഴയാണെങ്കിലും ഞങ്ങള് എന്താ ചേമ്പിന്റെ ഇലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ പോകും നനയാതെ. പക്ഷെ ഇടയ്ക്ക് തോട് നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ കാലിൽ തന്നെ വീണിട്ടുണ്ട്. വീണ ചെളിയെല്ലാം കഴുകി അത് നനഞ്ഞ തുണികളോട് പോയി ഞങ്ങൾ എന്റെ കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട്. ഒരു കുട പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ഒരു ബൈബിൾ ഇല്ല. ഞങ്ങൾക്ക് 8 പേർക്കും കൂടി ഒരു ബൈബിളേ ഉള്ളൂ. അതൊരു പഴഞ്ചൻ ബൈബിൾ. അത് അപ്പന്റെ കയ്യിലാണ്. ഞങ്ങൾക്കെല്ലാം ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗിദെയോൻസിന്റെ ബൈബിളാണ്. അത് വായിക്കും. വല്ലപ്പോഴും അപ്പന്റെ ബൈബിൾ എടുത്ത് വായിക്കുമെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും സൺഡേ സ്കൂളിനൊക്കെ പോകും. അങ്ങനെ 1 മണിക്കൂർ യാത്ര ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. രാവിലെ 5:30 വിളിച്ചുണർത്തിയിട്ട് പച്ചവെള്ളം പ്രാർത്ഥിച്ച് തന്നിട്ടാണ് ഞങ്ങൾ വിടുന്നത് പ്രിയ സഹോദരങ്ങളെ. ഇന്നാണെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ വിടുവോ? എന്ന് എന്താ വിറ്റമിൻ ഡെഫിഷ്യൻസി ഇന്ന് എല്ലാ ആഹാരവും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല വിറ്റമിൻ കുറവുള്ള അസുഖങ്ങൾ ഇന്നുണ്ട്. എന്നാൽ അന്ന് ഒന്നും കഴിക്കാത്ത ഞങ്ങൾക്ക് പച്ചവെള്ളം കുടിച്ച് വളർന്ന ഞങ്ങൾക്ക് ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി ഇല്ല. ഒരിക്കലും പോലും തലകറങ്ങി വീണിട്ടില്ല. ഇന്ന് അനീമിയാണ്, വളർച്ചയാണ്. അത് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ക്ഷീണമാണ്, തലകറങ്ങി വീഴും. ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളപ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ ആരോഗ്യം തരുന്ന ദൈവമാണ്. നമ്മുടെ ആരോഗ്യം നാം കഴിക്കുന്ന ആഹാരത്തിലല്ല, നാം കഴിക്കുന്ന വിറ്റമിൻ ഗുളികയിലല്ല, ഹോർലിക്സിലല്ല, ബോൺവിറ്റയിലല്ല. എന്റെ പ്രിയ സഹോദരൻ, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ബോൺവിറ്റയും ഹോർലിക്സ് ഒന്നും മേടിച്ചിട്ടില്ല. 1-2 പ്രാവശ്യം മേടിച്ചവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നാലും നമുക്ക് ആരോഗ്യം തരുന്ന ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. കർത്താവ് യെസ് ലോർഡ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയെല്ലാം നാം വളർത്തിയിട്ട് കുഞ്ഞിലെ മുതൽ നാം എന്തെല്ലാം കൊടുത്താ വളർത്തുന്നത്. റാഗി ഭയങ്കര ഉപയോഗമാണ്, നല്ല റെസിസ്റ്റന്റ് പവർ കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് എല്ലാവരും അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാലത്തൊന്നും കിട്ടിയായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ LKG ഡേ കെയർ ആകുമ്പോൾ അവർക്ക് എന്നും ജലദോഷമാണ്, എന്നും പനിയാണ് പറയും. അവർക്ക് റെസിസ്റ്റന്റ് പവർ ഇല്ല. ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ മറ്റെല്ലാവർക്കും അസുഖമാവും. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അസുഖമായിട്ട് സ്കൂൾ മുടങ്ങിയതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, പുല്ല് പറിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും സ്കൂളിന്റെ അടുത്തൊക്കെ ഒത്തിരി പുല്ലുണ്ട്. അവിടേക്ക് പോയി പുല്ല് പറിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഒളിച്ചിരിക്കും, അവർ കാണാതിരിക്കാൻ വേണ്ടി. പക്ഷെ എപ്പോഴും ഞാൻ എൻ്റെ പിന്നെ സഹോദരിമാരെ പെൺപിള്ളേരെ പഠിപ്പിക്കാത്ത ഒരു ഗ്രാമമാണ്. ഞാൻ വിഴിഞ്ഞം വില്ലേജില് പീച്ചോട്ട് എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. അവിടെ പെൺപിള്ളേരെ പഠിപ്പിക്കത്തില്ല, ആൺപിള്ളേരെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. നമുക്ക് ഈ ബൈബിള് വായിക്കാനും അല്ല ഈ ബോർഡ് വായിക്കാനും ബസിന്റെ ബോർഡ് വായിക്കാനൊക്കെ അക്ഷരം പഠിക്കുക എന്നുള്ള ഉദ്ദേശമല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ ഞാൻ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരുന്നത് കാരണം ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ യേശുപ്പാന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും അന്നും ഇന്നും ഞാൻ പറയുന്നത് എൻ്റെ യേശുവിനോട് മാത്രമാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും പാരന്റ്സ് വഴി സഹായമുള്ളതാണെങ്കിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ട് മാത്രമേ എൻ്റെ പാരന്റ്സിനോട് പറയാറുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. എനിക്കറിയാം അവിടെ പഠിപ്പിക്കത്തില്ല, അവിടെ ആരെയും പഠിപ്പിക്കാറില്ല. 18 വയസ്സാകേണ്ട, 10ാം ക്ലാസ് കഴിയുമ്പോഴേ കെട്ടിച്ചു വിടുക. എന്നാൽ ഞാൻ അവിടുത്തെ നിയമമോ റൂളോ പാരന്റ്സിനെ ഒന്നുമല്ല നോക്കിയത്. എൻ്റെ യേശുപ്പ എനിക്കൊരു ജോലി വേണം, എൻ്റെ യേശുപ്പ എനിക്കൊരു ജോലി വേണമെന്ന് ഞാനിങ്ങനെ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് സഹോദരിമാർക്ക് ജോലികൾ ആരെയും ഞാൻ അന്ന് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നടക്കും. അപ്പൊ ഇങ്ങനെ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ഞാൻ വിളിച്ചിരിക്കും. മാത്രമല്ല ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പറ്റൂര് മേടിക്കുന്നതാണ്. അപ്പോൾ പിണ്ണാക്കെല്ലാം മേടിച്ച് ഞങ്ങളെ ബുക്ക്, അന്ന് ബാഗൊന്നും ഇല്ലല്ലോ, ഒരു റബ്ബർ ബാൻഡാണ്, കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട് ആ ബുക്കെല്ലാം ആ പിണ്ണാക്കിനകത്തോട്ട് ഇട്ടിട്ട് ആണ് കൊണ്ടുവരുന്നത്. വീട്ടിൽ വരുമ്പം ബുക്കിനകത്തെല്ലാം പിണ്ണാക്കാണ്. ടെക്സ്റ്റ് ബുക്കുകൾ പഴയതാണ് മേടിക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് ബുക്ക്. 1-2 ബുക്ക് ഉണ്ടെന്ന് വെളിയിൽ മുതൽ ഇങ്ങനെ എഴുതി തുടങ്ങും. അങ്ങനെ വളരെ പഴയ ബുക്ക് പേപ്പറുകൾ കീറിയെടുത്ത് കുത്തി തയ്ച്ചാണ് അടുത്ത വർഷം എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ മൂത്ത ആളുടെ ഡ്രസ്സാണ്. അടുത്ത ഒരു യൂണിഫോം ആണ്. സ്കൂളിൽ കുളിക്കുന്നത് തന്നെ ആഴ്ചയിൽ 1 കുളിക്കാൻ സമയമുള്ളൂ. എന്നുവെച്ചാൽ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സ്കൂളിൽ ബെല്ലടിക്കുന്നതൊക്കെ അവിടെ നിന്ന് ഓടിയാൽ ഒരു 15-20 മിനിറ്റ് ഓടിയാലേ സ്കൂളിൽ എത്തത്തുള്ളൂ. ആ സമയം കൊണ്ട്
അസംബ്ലി കഴിയും. അസംബ്ലിയിൽ ഒരിക്കലും കൂടിയിട്ടില്ല. എന്ന് വെച്ചാൽ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഒന്നും കഴിക്കാനില്ല, ഒന്നും കുടിക്കാനില്ല. ഈ ചാണകമൊക്കെ വാരിയിട്ട് പ്രിയ സഹോദരങ്ങളെ കുളിക്കാതെയാണ് പോയ കാലങ്ങളുണ്ടായത്. കുളിച്ചോന്നോ കഴിച്ചോന്നോ ചോദിക്കാൻ ആരുമില്ല. പുല്ല് പറിച്ചോ, തിരിച്ചു വരുമ്പഴത്തേക്കും ചന്തയിൽ പോണം അമ്മയുടെ കൂടെ. പിന്നെ സ്കൂളില് അവധിയുള്ള ദിവസങ്ങളെല്ലാം കൃഷിയാണ്. അവിടെ തൊട്ടടുത്ത് ആൾക്ക് ഒത്തിരി സ്ഥലമുണ്ട്. അവിടെ മരിച്ചിനി നടുക. അവിടെ ഈ ഞങ്ങൾക്ക് അവിടെ ഒരു ചന്തയുണ്ട്. അവിടെ പോയി ഈ മലക്കറികളൊക്കെ അതിന്റെ ചെറിയ തൈകള് മേടിച്ച് അതെല്ലാം നട്ട് അതിനെ വളർത്തി അതിനെ കൊണ്ടുപോയി വിൽക്കുക. പിന്നെ പുളിഞ്ചിയുണ്ട്, പുളിഞ്ചിക്ക വിൽക്കുക. അപ്പൊ എന്റെ ഒരു മാമിയുണ്ട് അവിടെ കൂടെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 6 വയസ്സ് 7 വയസ്സ് മുതല് ഞാനിങ്ങനെ ചന്തയിൽ കൊണ്ടുപോകായിരുന്നു. പിന്നെയുണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മരിച്ചിനെയൊക്കെ വിൽക്കുമ്പോൾ അവരിനെ മേടിച്ചിട്ട് മറുവിലയ്ക്ക് വിൽക്കും. അപ്പോൾ അങ്കിള് ഞങ്ങൾക്ക് ഇച്ചിരി ഒന്നോ രണ്ടോ മരിച്ചിനെയൊക്കെ കൂടുതൽ തരും. എന്നിട്ട് അത് ചുമന്നുകൊണ്ട് പോയി മറുവിലയ്ക്ക് വിൽക്കുക. സ്കൂള് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ താഴെ തോടുണ്ട്. തോട്ടീന്ന് വേണം വെള്ളം കോരിക്കൊണ്ട് വരാന്. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. പക്ഷേ എന്റെ പാരന്റ്സിനോട് എനിക്കൊരു വെറുപ്പൊന്നും തോന്നിയില്ല. അവരും അതുപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അല്ല വരുമാനം വെച്ച് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഈ പശുവുണ്ട്, പാലുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും ഞങ്ങൾക്ക് ആടുണ്ട്. ആടിന്റെ പാല് മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെ വളർന്നു വന്ന അപ്പോഴെല്ലാം എന്റെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞങ്ങള് ചർച്ചിലൊക്കെ പോകും. അതിന് സമയമൊന്നുമില്ല. ഞായറാഴ്ച 2 മണി വരെയൊക്കെ ആയിരിക്കും പ്രാർത്ഥന. പക്ഷെ ആർക്കും ജോലിയില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ പോലെ സമയം നോക്കിയല്ല. ഇന്ന് ഞായറാഴ്ച നോക്കിയിരിക്കും പ്രിയ സഹോദരങ്ങളെ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒത്തിരി ജോലി ചെയ്ത് തീർത്തിട്ട് വേണം പോകാൻ. ഗ്യാസ് ഇല്ല, പിന്നെ ഫ്രിഡ്ജില്ല, പിന്നെ വിറകില്ല. ഞങ്ങള് പ്ലാവിന്റെ മൂട്ടിൽ ചെന്ന് പ്ലാവില പറക്കി, പച്ച പ്ലാവിലെല്ലാം പറക്കി ഉണക്കിയിട്ട് വേണം കത്തിക്കാന്. അങ്ങനെ ഈ സ്കൂളൊക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് എന്റെ 2 അനിയത്തിമാരുണ്ട്. ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തരും ജോലി. പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ആ ചോറ് വെക്കാൻ ഒരാൾക്ക്, മരിച്ചിനി വെക്കാൻ ഒരാൾക്ക്, ഇങ്ങനെ മാത്രമല്ല ആർക്കെങ്കിലും സുഖമില്ലെങ്കിലെല്ലാം എന്നെയാണ് വീട്ടിൽ നിർത്തുന്നത്. ക്ലാസ്സിന് പോകാതെ. ക്ലാസ്സൊന്നും അധികം പ്രാധാന്യമല്ലല്ലോ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ 6ാമത്തെ മകനെ ഡെലിവറി ആയി കിടക്കുന്നത്. അമ്മച്ചി വേഗം അങ്ങ് പോയി. ബാക്കി ഞാനാണ് ലീവ് എടുത്തിരുന്നത്. അപ്പൂപ്പൻ മരിച്ചപ്പോ 10 ദിവസം ഞാൻ ലീവ് എടുത്തിരുന്നു. പക്ഷേ അന്നേരമൊക്കെ ഞാൻ ആരും കാണാതെ പോയി കരയുന്ന ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല അമ്മയ്ക്ക് അന്ന് സുഖമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കത്തില്ല. അമ്മിക്കല്ലിൽ അരയ്ക്കാൻ. അമ്മിക്കല്ല് വലിയ കല്ല് വലുതാണ്. എനിക്ക് പിടിക്കാൻ പോലുള്ള ആരോഗ്യമില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 35 കിലോ ആണ് ഉണ്ടായിരുന്നത്. എന്നെ 2ലും 3ലും പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അരയ്ക്കും. പക്ഷെ അരച്ചിട്ട് അന്ന് തേങ്ങയില്ല. അല്ല അപ്പോൾ അരയ്ക്കുമ്പോഴത്തേക്ക് കൈ ഭയങ്കരമായിട്ട് നീറും. മുളക്, എന്നിട്ട് ആ നീറുന്ന കൈ മരവിച്ചട്ടി എന്ന് പറയും. ആ ചട്ടിയില് വെള്ളത്തിൽ കൈ ഇട്ടിട്ടാണ് ഞാൻ അപ്പുറത്തെ കൈ കൊണ്ട് പഠിക്കുന്നത്. ചിമ്മിനി വിളക്കാണ്. ഞങ്ങള് 3 പേരും ആ ചെറിയ റൂമില് ഞങ്ങള് 3 സഹോദരിമാരും അണ്ണൻ. അപ്പോഴത്തേക്ക് വേറെ റൂമൊക്കെ ഇങ്ങനെ വെച്ചു. റൂം വെച്ചിട്ട് ഒരു പ്രാവശ്യം മഴ പെയ്തു പ്രിയ സഹോദരങ്ങളെ. മഴ പെയ്തിട്ട് റൂഫ് കെട്ടിയിട്ടില്ല. അപ്പനെ പോസ്റ്റ്മാനായിട്ടാ ജോലി കിട്ടി. അവിടുന്ന് കിട്ടുന്ന വലിയൊരു കുടയുണ്ട്. ആ കുടക്കീഴിൽ ഞങ്ങൾ 8 പേരും ഇരുന്നു. അന്ന് ഒരു നൈറ്റ് പ്രയർ ആന്ന് തന്നെ പറയാം. അപ്പം പറഞ്ഞ അടുത്ത ആന്റിമാരുണ്ട്, വന്ന് വിളിച്ചു. അന്നും അവസാനം വരെ അപ്പൻ ആരുടെയും വീട്ടിൽ വിട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പൻ 6 മക്കളായപ്പോ തന്നെ അവർക്ക് 3 പെൺപിള്ളേരായപ്പോ എങ്ങനെ കെട്ടിക്കും, ഞങ്ങൾ എങ്ങനെ വളരും. അവരന്ന് നമ്മളെക്കാൾ ഇച്ചിരൂടെ സാമ്പത്തികമുള്ളതാണ്. കാരണം അപ്പന്റെ വീട്ടില് പൈസ കൊടുത്തത് സഹോദരിമാർക്കാണ്. അമ്മയുടെ വീട്ടിലെ സഹോദരന്മാർക്കാണ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ലൈഫിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് അവരാരെയും സ്കൂൾ അടയ്ക്കുമ്പോ എല്ലാ പിള്ളേരും അമ്മച്ചിമാരുടെ വീട്ടിൽ പോകാനുള്ള തിടുക്കമാണ്. അമ്മയുടെ അവിടെ നിലമുണ്ട്, വസ്തുവുണ്ട്, ഒത്തിരി ഒക്കെ ഉണ്ട്. എന്നാലും എനിക്ക് അന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കും പ്രിയ സഹോദരികൾ, ഞങ്ങളെ 6 പേരും നല്ല നിലയിൽ ദൈവമാക്കി. പക്ഷേ മഹത്വം ദൈവത്തിന് മാത്രമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അല്ലെങ്കിൽ അവര് പറയുമായിരുന്നു, ഓ ഞങ്ങൾ അന്ന് സഹായിച്ചതാണ് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്റെ ഫാദർ അങ്ങനെ ആർക്കും വിട്ടിട്ടില്ല. പ്രാർത്ഥിച്ച് വെള്ളം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആരും തലയിറങ്ങിയൊന്നും വീണിട്ടില്ല. പക്ഷേ വരുന്ന പാസ്റ്റർമാർക്കെല്ലാം നന്നായിട്ട് കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാനുള്ള മുട്ടയും കോഴിയും ഒക്കെ ഞങ്ങൾ കാണും. പക്ഷെ അവർക്ക് കൊടുക്കും. അവർ കഴിച്ചിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്നാല് ഒരു കോഴിയൊക്കെ കറി വെച്ച് കൊടുക്കും. പൈസ കൊടുക്കില്ലെങ്കിൽ അന്ന് പിടിയരിയാണ്. പല അരികൾ അല്ലാതെ ഒരുമിച്ച് 1 കിലോയോ 1/2 കിലോയോ 1/4 കിലോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് എടുക്കുന്ന അരിന്ന് ഒരു പിടി ഇങ്ങനെ മാറ്റിയിടും. അന്ന് വല്ലപ്പോഴേ ചോറ് വെക്കത്തുള്ളൂ. അന്ന് മരിച്ചിനിയാണ്. എന്നിട്ട് അതെല്ലാം വെച്ച് കൊടുക്കും. തേങ്ങ ഉണ്ട്, എല്ലാത്തിനും ദശാംശം കൊടുക്കുമായിരുന്നു. അല്ലാതെ സാലറിയുടെ മാത്രമല്ല, കോഴിമുട്ട, കോഴിക്കുഞ്ഞുണ്ടെങ്കിൽ അതില്
കോഴിക്കുഞ്ഞ് എത്രയാണോ അതിലെ 10-1, പിന്നെ പാല്, പശു പ്രസവിക്കുമ്പോൾ, ആട് ഇങ്ങനെ എല്ലാത്തിനും, തേങ്ങ ഇടുന്നതിന് എല്ലാത്തിനും ദശാംശം കൊടുക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആ നിലയിൽ മാനിച്ചു. അതെല്ലാം വിത്തായിരുന്നു. അതെല്ലാം അതിന്റെ എല്ലാം കൊയ്ത്ത് മക്കളായി ഞങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 6 പേരിൽ 3 പേര് ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേരും 2 പേര് ജോലിയിലൂടെ ചെയ്യുന്നുണ്ട്. ഒരു അനിയത്തി അവർ ഫാമിലി ആയിട്ട് ബൈബിൾ ക്ലാസ് പഠിച്ചവരും ഫുൾ ടൈം ശുശ്രൂഷയല്ല. പക്ഷെ എന്നാലും പ്രിയ സഹോദരൻ, ഇന്ന് 2 മക്കളെ ദൈവകൃപയിൽ വളർത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ എന്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ 6 പേരും ദൈവകൃപയിൽ തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് ഒന്നും തരാനില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് യേശുവിനെ തന്നു. യെസ് ലോർഡ്. കർത്താവിന് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കുമെന്നുകൊണ്ട് ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസത്തിലോട്ട് പോകട്ടെ. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഞാനൊരു ബിലോ ആവറേജോ അല്ലെങ്കിൽ ആവറേജോ എന്ന് പറയാം. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ ആ മക്കളൊക്കെ പഠിപ്പിക്കണം എന്ന് അപ്പന് വലിയ താല്പര്യമായതുകൊണ്ട് കുഞ്ഞു ക്ലാസ്സിൽ തന്നെ അവരെ ട്യൂഷനൊക്കെ വിടുമായിരുന്നു. എന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും പണി ചെയ്യിക്കാൻ അപ്പൻ്റെയൊക്കെ യൂണിഫോം അന്ന് എനിക്ക് എടുത്തു പൊക്കാൻ പോലും ഉള്ള ശേഷിയില്ല. ഇങ്ങനെ കാക്കി തുണിയാണ്. എന്നാൽ അങ്ങനെയൊക്കെ പഠിക്കാൻ സ്കൂളിൽ വിടും, അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. ഔട്ട്ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ എ ആൻഡ് ഡി ഒക്കെ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയം ആരും ഇല്ല. ഇവിടെ സ്കൂളിലൊന്നും വലിയ പഠിത്തമൊന്നും ഇല്ല. മാത്സും ഇംഗ്ലീഷും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായപ്പോൾ മാത്സ് ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഞങ്ങൾക്ക് സാറ് ക്ലാസ് എടുക്കുന്നത്. ആ സാറ് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ട് സാറങ്ങ് പോകും. എല്ലാവരും ചെയ്ത് വെക്കുക. എനിക്ക് അറിയത്തില്ല. ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കും, ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും. അവരെല്ലാം പറഞ്ഞു തരുന്നാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു ദിവസം ഒരു ലാസ്റ്റ് ക്രിസ്മസ് പരീക്ഷയ്ക്കാന്ന് തോന്നുന്നു, എനിക്ക് 7 മാർക്കാണ് മാത്സിന്. ഞാൻ മിക്കവാറും മാത്സിനും ഇംഗ്ലീഷിനും തോക്കും. പക്ഷെ മറ്റെല്ലാതും ജയിക്കുന്നുണ്ട്. മോഡറേഷൻ തന്നൊക്കെ ജയിപ്പിച്ചു വിടും. എന്റെ ഫാദറിനെ കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാത്തിനും ജയിച്ചു. പക്ഷെ ഞാൻ അത്ര വലിയ തൃപ്തയല്ലായിരുന്നു. അങ്ങനെ ഞാൻ 7 മാർക്ക് 25-നാണോ 50-നാണോ ഞാൻ ഓർക്കുന്നില്ല. ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഞാൻ ആ പേപ്പറെല്ലാം വലിച്ചു കയറി കളഞ്ഞിട്ട് അവിടെ ഒത്തിരി കരഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, എന്റെ 12ാം വയസ്സ് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു രാത്രിയും പകലും പോലെ വലിയൊരു വ്യത്യാസം എന്റെ സ്വഭാവത്തിലും എന്റെ വിദ്യാഭ്യാസത്തിലും എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്നു. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആരും നിങ്ങളെ ഉപദേശിച്ച് നടത്തേണ്ട കാര്യമില്ല. നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുമെന്ന് ആ ദൈവത്തിന്റെ വചനം അക്ഷരമായി ഞാൻ അനുഭവിച്ചറിഞ്ഞു. പിന്നെ ഞാൻ എന്നെ ആരും എന്ത് ചെയ്യണം, അങ്ങനെ പഠിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ആ പുതിയ നിയമം എന്റെ കൈ കാണും. ഞാൻ സ്കൂളിൽ പോയാലും കൊണ്ടുപോകും. ഞാൻ വീട്ടിൽ പഠിക്കുന്നതിന് മുമ്പ് ആ ബൈബിൾ എടുക്കും, ഇച്ചിരി ഒന്ന് വായിക്കും. എനിക്ക് ബുക്ക് എടുക്കും, എന്റെ കൈ അതിലോട്ട് വെച്ച്, ദൈവമേ എനിക്ക് ബുദ്ധിയില്ല ശുപ്പ, അങ്ങനെ ബുദ്ധി എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. മാത്സിന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും. പ്രിയരെ, പഠിക്കാനെന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്രയറും മുടക്കിയിട്ടില്ല. അത് കഴിഞ്ഞൊരു കുറച്ച് വർഷം ഞങ്ങളുടെ പുരയിടത്തിൽ തന്നെ ആയിരുന്നു ചർച്ച്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ മീറ്റിങ്ങിനും പോകാൻ പറ്റുമായിരുന്നു. എല്ലാ മീറ്റിങ്ങിനും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഈ മാത്സ് കഴിഞ്ഞു, ഫൈനൽ എക്സാം കഴിഞ്ഞു. പിന്നെ 8th സ്റ്റാൻഡേർഡിൽ വന്നപ്പോഴത്തേക്ക് ഓണം എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഓരോ ഫോർമുല ഓർമ്മ വരും. അത് വെച്ച് ഞാൻ അങ്ങ് ചെയ്യും. എന്ത് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ആൻസർ എന്റെ സൈഡിൽ എഴുതി വെക്കും. എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവരും വിഷമാന്ന് പറഞ്ഞു എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു, പക്ഷെ അത് കറക്റ്റാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ വന്ന് അത് കഴിഞ്ഞ് ഓണം വെക്കേഷൻ കഴിഞ്ഞ് ടീച്ചർ വന്നപ്പോഴത്തേക്ക് എന്റെ പേര് വിളിച്ചു. അപ്പൊ ഞാൻ എണീറ്റ് നിന്നു. അതുവരെ എന്നെ ആർക്കും അറിയത്തില്ല. അപ്പോൾ എണീറ്റ് നിന്ന് ഒന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. അപ്പോൾ എല്ലാരും ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു മാത്സിന് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. എന്റെ പ്രിയ സഹോദരനെ, പിന്നെ പിറ്റേന്ന് പേപ്പർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് 25-ന് 23 മാർക്ക് ദൈവം തന്നു. അന്ന് മുതൽ എന്റെ ബുദ്ധി എന്റെ ദൈവം തൊട്ട് മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തീർന്നു. അതുപോലെ ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ല, നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അന്ന് SSLC പരീക്ഷ, അവസാനത്തെ SSLC പരീക്ഷയ്ക്ക് ചർച്ചിലും കാത്തിരിപ്പ് യോഗമാണ്. ഇന്നത്തെ പോലെ പരീക്ഷ എന്ന് പറഞ്ഞ് പേർ മാറ്റി വെക്കത്തില്ല. 1ാം സ്ഥാനം ദൈവത്തിന് തന്നെയായിരുന്നു. അപ്പോൾ ഒത്തിരി പഠിക്കണം. ഫസ്റ്റ് മാത്സ്, ഫസ്റ്റ് സെക്കൻഡ് ഒരു ദിവസം തന്നെയാണ്, രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം. എന്റെ ഫാദർ ഇന്നത്തെ പോലെ വേഗം പ്രയർ തീരത്തില്ല. തുടങ്ങുന്ന തന്നെ 8 മണിക്കാണ്. കൂലിപ്പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടാണ്. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ പോകും. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു, എന്റെ ഇഷ്ടത്തിനാണ് എന്റെ ഫാദർ വിട്ടത്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ഇഷ്ടം എനിക്കില്ല. എന്റെ ദൈവത്തിന്റെ ഇഷ്ടമാണ് അന്നും എന്നും. എന്റെ ഇഷ്ടം ഒന്നുമേ ഇല്ല. അപ്പൊ എന്റെ ഫാദർ പറഞ്ഞു, മോള് പഠിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുവാന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഉറക്കമാണ്. ഒരു സാറ് ഞാൻ ഉറക്കം തൂങ്ങി വീണിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഉറക്കം തൂങ്ങി വീണ് എന്റെ ബുക്ക് ആ ചിമ്മിനിയുടെ പുറത്തോട്ട് വീണ് ആളി കത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ
ഡോക്ടർ അംബേദ്കർ എന്നുള്ള മലയാളം സെക്കൻഡ് പരീക്ഷയുടെ തലേദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് പുറത്തുവിടുന്ന ആളിക്കത്തി അനിയത്തിമാരെ താഴെ കിടപ്പുണ്ട്, അതിലെല്ലാം തുണി കിടപ്പുണ്ട്. അന്ന് ഞാൻ മരിച്ചു പോകണ്ടെന്നായിരുന്നു. തീയുടെ ആ സൗണ്ട് അപ്പുറത്ത് ചെന്നു. അപ്പുറത്ത് ഫാദർ കിടപ്പുണ്ടെന്ന് ഓടി വന്നു. ഇപ്പൊ ഞങ്ങൾ ഡോറ് പൂട്ടാറില്ല. വന്ന് തുറന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ബുക്കെല്ലാം എടുത്തിട്ട് മേശയുടെ അടിയിട്ട് അടുത്ത ബുക്ക് എടുത്ത് വെച്ചിട്ടിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പം പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ബുക്ക് ഫുൾ കംപ്ലീറ്റ് കത്തി. എന്റെ തലമുടിയൊക്കെ ഇച്ചിരി കത്തിയിട്ടുണ്ട്, പലപ്പോഴും തലമുടി കത്തി അങ്ങനെയായിരുന്നു. പക്ഷെ മാത്സിന്റെ പരീക്ഷയുടെ ഞാൻ അന്ന് പ്രേന്ന് പോയി വന്നിരുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എല്ലാം ഒന്ന് നോക്കിയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എന്റെ അപ്പം പറയും 2 മണി എനിക്ക് കിടക്കുന്നതുകൊണ്ട് ഞാൻ എണ്ണം കിടന്നില്ല. എന്നാലും എല്ലാം ഒന്നും നോക്കാൻ പറ്റില്ല. പോയി പ്രിയ സഹോദരങ്ങളെ, എനിക്ക് 50-ന് 45 48 എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 48 45 തോന്നുന്നു. എന്തായാലും നല്ലൊരു മാർക്ക് ദൈവം നൽകി തന്നു. ഇന്നല്ല 1984 ഗ്ലോറി ഹാലലൂയ. ഇന്ന് 90% 67 എന്ന് പറയുമ്പോൾ വലിയ മാർക്കാണ് 98 ഒക്കെ. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊരു വലിയ മാർക്ക് തന്നെയാണ്. എത്ര തന്നെ സൂചിച്ചാലും മതി വരില്ല. മാത്രമല്ല തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, പഠിപ്പിക്കത്തില്ല. ഇപ്പൊ പെൺപിള്ളേരെ വിടത്തില്ല, കോളേജിൽ വിടത്തില്ല. എന്തായാലും പഠിപ്പിക്കത്തില്ല. അതെനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. ഇപ്പോഴും ഒരു ജോലി ചെയ്താൽ നന്നായിട്ട് എഴുതുക, ഒരു ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നന്നായിട്ട് ചെയ്യുക, പ്രാർത്ഥിച്ച് ഇപ്പൊ ഞാൻ ബുക്ക് എഴുതുന്നെങ്കിലും അതിന്റെ ഉറക്കവും ഊണും എല്ലാം മാറ്റി വെച്ചാലും ദൈവം ഏൽപ്പിച്ചത് ചെയ്യുക എന്നൊരു ഇതുണ്ട്. അന്നും ഞാൻ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കും. അപ്പൊ എനിക്ക് നല്ല മാർക്ക് കിട്ടി. 72.3 ആന്ന് തോന്നുന്നു. എന്തായാലും 75 കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അത്രയും കിട്ടിയില്ല. അപ്പോൾ തന്നെ കോളേജിൽ വിടത്തില്ലെന്നായി. എന്ന് ഞാൻ പറഞ്ഞില്ല 35 കിലോയേ ഉള്ളൂ, ചെറുതാണ്. വിടത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ പാസി സാറും MLA ഒക്കെ വഴക്ക് പറഞ്ഞിട്ടാണ് കോളേജിൽ വിടുന്നത്. ഞാൻ ഓർത്ത് പോയില്ലെങ്കിൽ വേണ്ട, 4th ഗ്രൂപ്പ് എടുത്തിട്ട് ബാങ്കിൽ കയറാം എന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വഴക്ക് പറഞ്ഞ് കുഞ്ഞല്ലേ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയത്. അപ്പൊ ഏതെടുക്കണമെന്ന് അറിയാൻ സയൻസ് ആദ്യമേ ഇഷ്ടമാണ്. ഇനി ഫിസിക്സിനൊക്കെ ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. മാത്സ് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പൊ ഇനി സയൻസ് വേണോ മാത്സ് വേണോ, രണ്ടും കൂടെ എന്തായാലും പഠിക്കണ്ടെന്നൊക്കെ ഓർത്തു. അപ്പൊ രണ്ടിനും അയച്ചു. ആദ്യത്തെ ദിവസം എനിക്ക് മാത്സിനാണ് വന്നത്. ദിവസങ്ങൾ അന്ന് അപ്പൊ ലീവ് എടുത്തു വന്നു. ഞങ്ങള് പോകാൻ നേരം എവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ട് എന്റെ ഫാദർ പറഞ്ഞ്, മോളെ അല്ലെങ്കിൽ നമുക്ക് നാളെ സെക്കൻഡ് ഗ്രൂപ്പിന് പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു അന്നൊരു ഗൈഡൻസ് തരാൻ ആരുമില്ല. ഇത് പഠിച്ചാൽ എന്താവും, അത് പഠിച്ചാൽ എന്താവും, ഏതാണ് നല്ലത് ഒന്നും അറിയത്തില്ല. ആർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചു. ഞാൻ മാത്സ് എടുത്തെങ്കിൽ ഞാൻ എവിടെ എത്തും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നിവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമായതുകൊണ്ട് ദൈവം എന്നെ നയിച്ചു. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളാണെങ്കിലും നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ ഭാവി നമ്മുടെ കയ്യിലല്ല, മക്കളുടെ കയ്യിലല്ല, പിന്നെ പാസ്റ്ററുടെ കയ്യിലല്ല, പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവഹിതത്തിന് വിട്ടേക്കുക. ദൈവം വീടിന് പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഞാനാണ് ഇതുവരെയും ദൈവം കൊണ്ടുവന്ന. സാധാരണ എല്ലാവരും പറയും മക്കളെ കുറിച്ച് പാരന്റ്സ് നല്ലൊരു ദർശനം ഉണ്ടായിരിക്കണം, ആ ദർശനം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, എങ്കിൽ എന്റെ പാരന്റ്സിന്റെ ദർശനം എവിടെ? എനിക്ക് അതുകൊണ്ട് എന്റെ മക്കളെ കുറിച്ച് എനിക്കുള്ള ദർശനത്തെക്കാളും എന്റെ ദൈവത്തിന്റെ ദർശനം വലുതാണ്. ആകാശവും ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ വലുതാണ്. അതുകൊണ്ട് നമുക്കെന്താ കാണുന്നതല്ലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് ചിന്തിച്ചെങ്കിൽ എനിക്കിതൊന്നും ഞാൻ BSc നഴ്സിംഗ് ഒന്നും കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ നഴ്സസിനെ അധികം കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല രോഗം വന്നാൽ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതെല്ലാം പറഞ്ഞതാണ്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, BSc നഴ്സിംഗ് അറിയത്തില്ല, എൻട്രൻസ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാൽ സെക്കൻഡ് ഗ്രൂപ്പ് എളുപ്പമാണ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിന് പോയി. ഞാൻ NSS കോളേജ് കരമന സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എൻട്രൻസ് എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത്. അവിടെ എൻട്രൻസ് എല്ലാവരും അന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴേ എല്ലാവരും എൻട്രൻസിന് ചേർന്നു. അന്ന് 600 രൂപയാണ് 2 വർഷം പഠിപ്പിക്കും. ഇവിടെ ക്ലാസ് പാർട്ട് ടൈം ആണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള. അപ്പൊ രാവിലെ ഇതാണ്. അപ്പൊ എന്റെ വലിയമ്മയുടെ മോള് അവിടെ ഉണ്ടായിരുന്നു. അവള് പഠിക്കുന്നു. അവൾ എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. 600 രൂപ അന്ന് നല്ലൊരു എമൗണ്ട് ആണ്. പിന്നെ കിട്ടത്തില്ല എന്ന് വെച്ചാൽ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ ഒത്തിരി പിള്ളേരുള്ള 150 100 ഉണ്ട് ഓരോ ക്ലാസ്സിൽ. അങ്ങനെ ജെ ഒക്കെ വരെ ഉണ്ട് 10ാം ക്ലാസ്. ഇത്രയും പിള്ളേരെ എഴുതിയിട്ട് ആർക്കും കിട്ടിയതായിട്ട് എനിക്കറിയാം. ഒരാൾക്ക് കിട്ടി. അത് പക്ഷേ സ്പെഷ്യൽ കോട്ടയിലാണ് കിട്ടിയ, അല്ലാതെ ടീച്ചേഴ്സിന് മക്കൾക്ക് പോലും എഴുതിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടും ഇല്ല, മിണ്ടിയിട്ടേ ഇല്ല. പക്ഷെ +2ന്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറ് പറഞ്ഞു, നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടും എന്നുള്ളവര് ഒരു വിനായക ബുക്ക് സ്റ്റോൾ ഉണ്ട് തമ്പാനൂര്, ആ ബുക്ക് വാങ്ങിയിട്ട് ഒബ്ജക്റ്റീവ് ആണെന്ന്, നെഗറ്റീവ് ഇല്ല, അത് വാങ്ങിച്ചിട്ട് എഴുതാൻ പറയും. അന്നേരം എനിക്ക് അവിടുത്തെ
എന്റെ ദൈവം, എന്റെ യേശുപ്പ എനിക്ക് തരും, എന്റെ യേശുപ്പ എനിക്ക് തരും. ഞാനത് പോയി പറയുന്നോർത്ത്. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ട്യൂഷന് പോയ കാര്യം ഞാൻ 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് വഴക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കി. അന്ന് ഞാൻ കുഞ്ഞാണ് കാണാന്, പക്ഷെ പൊക്കവും കുറവാണ്. അപ്പൊ എന്നെ ടീച്ചർ ഏറ്റവും ഫ്രണ്ടിലെ ബെഞ്ചിലിരുത്തി. പക്ഷെ അവിടെ 4 പിള്ളേർ ആൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ തള്ളി താഴെ ഇടും. പിന്നെയും ഞാൻ പോയി പുറകിലിരിക്കും. ടീച്ചർ വരുമ്പോ പിന്നെ ഫ്രണ്ടിലെത്തി. ഇങ്ങനെ പലപ്പോഴും എന്നെ തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. കാരണം ഞാനന്ന് മെലിഞ്ഞിരിക്കുകയാണ്, ഒരു ഡ്രസ്സേ ഉള്ളൂ. മുടി എല്ലാം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുളിച്ച് അന്ന് തോർത്തത്തില്ല വെള്ളത്തോടെ ഇങ്ങനെ പോകുമ്പോ ഒരു കോലമാണ്. അവർക്ക് കണ്ടപ്പോ പഠിക്കത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് അവൻ എന്നെ തള്ളി താഴെയിടുമായിരുന്നു. പല പ്രാവശ്യം അങ്ങനെ പല റിജക്ഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും മറ്റ് 2 അനിയത്തിമാരും കാണാൻ വെളുത്തതാണ്. അപ്പോഴിങ്ങനെ ബന്ധുക്കളെല്ലാം പറയും ഇവള് കറുത്തതാണ്, ഇവള് ആര് കല്യാണം കഴിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സമയത്തെല്ലാം ഞാൻ ദൈവത്തോട് കരയുന്ന ഒരു കരച്ചില്. അല്ലാതെ ആരോടൊന്നും പറയത്തില്ല. പക്ഷെ ആ കൊച്ചു മനസ്സ്, ആ ഹൃദയം മുറിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ അധികം ആരോടും സംസാരിക്കത്തില്ല. ഞാൻ സംസാരിക്കുന്ന എന്റെ യേശുപ്പനോടാണ് ഇപ്പോഴും അപ്പോഴും. അതുകൊണ്ട് അവര് പറയും മൂങ്ങയാണ്, ഇവളെ ആര് കല്യാണം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ ഡിമാൻഡ് വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എന്നത് സ്കൂളിൽ നിന്നെല്ലാം അന്ന് ബെഞ്ചിൽ നിന്ന് തട്ടി താഴെയിടും. പിന്നീട് അവർക്ക് എപ്പോഴും എല്ലാവർക്കും ഞാൻ ഇരിക്കണം, ഞാൻ കൂടെ ഇരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് നിങ്ങളെല്ലാം തള്ളി താഴെ ഇട്ടല്ലേ. അപ്പോഴവർ പറഞ്ഞു അത് പഠിക്കും തോന്നിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഒത്തിരിയും പ്രശ്നങ്ങൾ ഇങ്ങനെ വീട്ടിലാണെങ്കിലും അല്ലാതെയൊക്കെ ബന്ധുക്കളെ മധ്യ ഇങ്ങനെ റിജക്ഷനായിട്ട് അപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു. മനുഷ്യർ എവിടെയാണ് തള്ളിക്കളയുന്നത്? മനുഷ്യർ തള്ളിക്കളയുന്നിടത്താണ് ദൈവം നമ്മെ ഉയർത്തുന്ന. ദൈവവചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കല്യാണം കഴിക്കാൻ തന്നെ എനിക്ക് ഒത്തിരി ഡൗറി കൊടുക്കേണ്ടി വരും എന്നൊക്കെ എന്റെ മാമിമാരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കും, ദൈവമേ ഡൗറി ഇല്ലാതെ, ഡൗറി ചോദിക്കാത്ത ഒരു വ്യക്തി എന്നെ കല്യാണം കഴിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെയായിരുന്നു എന്റെ മാരേജ്. എന്റെ 2 അനിയത്തിമാർക്കും ഡൗറി കൊടുത്തു. എന്റെ ദൈവം വിശ്വസ്തനാണ്, ദൈവം പ്രാർത്ഥനകൾക്കും ദൈവമാണ്. അങ്ങനെ ഞാൻ ആ ബുക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു. അങ്ങനെ അപ്പനും പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ യാഗദത്ത മണി പാസ്റ്ററാണ്. പാസ്റ്റർ അന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ സെയിം സ്റ്റാൻഡേർഡ് നമ്മൾ വായിച്ച് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയ സഹോദരങ്ങൾ അന്ന് തന്നെ അവർ കോളേജിൽ കൊണ്ടാക്കി. അവർ ട്യൂട്ടോറിയൽ കോളേജ്. അതിനും മുന്നേ 3 മാസമേ ഉള്ള 600 രൂപ കൊടുക്കണം. ആദ്യം 2 വർഷത്തേക്ക് 600 ഫുൾ ടൈം ക്ലാസ് ആണ്. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ വീട്ടിൽ വന്ന് പഠിക്കാൻ സമയമില്ല. യാത്രയാണ്, 1.5 മണിക്കൂർ യാത്രയുണ്ട്, നടക്കാൻ 20 മിനിറ്റ്, അവിടെ നിന്ന് ബസ്സിൽ, അങ്ങനെ ഒന്നും സമയമില്ല. അവസാനത്തെ ബാച്ച് 6th ബാച്ചാണ്. 5 ബാച്ചിന് ലീവാണ്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇതിപ്പോ അവസാനം ഒത്തിരി പേരുണ്ട്. എന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട്. ഞായറാഴ്ചയാണ് കെമിസ്ട്രി മാത്സ് ഒക്കെ അവര് ജോലിയുള്ള സാറന്മാരാണ്. അപ്പൊ എല്ലാവരും എന്നെ വിളിക്കും. ഞാൻ ഞായറാഴ്ച എന്റെ ആരാധന മുടക്കി ഞാൻ എൻട്രൻസിന് പോയിട്ടില്ല. പക്ഷെ ടീച്ചർ അവരെല്ലാം എന്നെ വിളിച്ചു ചെയ്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇനി ഞങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞു. അന്ന് മാത്രമേ ഉള്ളൂ ആ ക്ലാസ്സുകൾ. പക്ഷെ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ പോയില്ല. പ്രേസർ അവസാനം പഠിപ്പിച്ച് തീർന്നില്ല. അവര് പറഞ്ഞു കണ്ണു അടച്ച് ABC ഒക്കെ അങ്ങ് കുത്തിയേക്കാൻ പറഞ്ഞു. ദൈവകൃപയാൽ അങ്ങനെ തന്നെ പോയി. എന്നാലും പിന്നെ ഈ ഓപ്ഷൻ വാങ്ങിക്കാൻ, ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ ഇതേ പാസ്റ്റർ തന്നെ വിട്ടു. അന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ? BDS ആണോ MBBS ആണോ ഞാൻ ഓർക്കുന്നില്ല, അത് ഏതെങ്കിലും ഒന്നും. പിന്നെ BSc അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചർ ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്താണ്. അന്ന് 60 പൈസ പോയിന്റ് ആണ് വെള്ളായണി BSc അഗ്രികൾച്ചർ. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യം BDS ആണോ MBBS ആണോ എന്ന് ഓർക്കുന്നില്ല. ആദ്യം ആ ഓപ്ഷൻ വെച്ചു. സെക്കൻഡ് ഓപ്ഷൻ BSc അഗ്രികൾച്ചർ. ഓരോ ഓപ്ഷനും 75 രൂപ കൊടുക്കണം. വേറെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ ചെന്നപ്പോൾ ആരോ പറഞ്ഞു BSc നഴ്സിംഗ് നല്ലതാണെന്നും. അന്ന് ഫോണിലെ വിളിച്ചു ചോദിക്കാൻ പാസ്റ്ററുടെ ഇഷ്ടപ്രകാരം 75 രൂപ എക്സ്ട്രാ അടച്ചിട്ട് എനിക്ക് ഫോം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 3ാമത്തെ ഓപ്ഷൻ വെച്ച് BSc നഴ്സിംഗ് വെച്ചു. ഇന്ത്യയിൽ അല്ല, അന്ന് കേരളത്തിൽ ആകെ 75 സീറ്റാണ് ഉള്ളത്. ആ 75 സീറ്റിൽ ഒരു സീറ്റ്, അന്ന് 4 കോളേജിലും 3 കോളേജിലും മാത്രമേ BSc നഴ്സിംഗ് ഉള്ളൂ. 75 സീറ്റിൽ ഒരു സീറ്റ് യേശു വെച്ച് എനിക്ക് വേണ്ടി നൽകി തന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ അവിടെ 25 സീറ്റായിരുന്നു. അതിലൊന്ന് എന്റെ ദൈവം എനിക്ക് റിസർവ് ചെയ്ത് തന്നെന്ന് ഞാൻ പറയാം. എന്നാൽ എത്ര അത്ഭുതമാണ്. അതിപ്പോൾ നേരത്തെ ദൈവം അത് കണ്ടിരുന്നത് കൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ ദൈവം ഇടയാക്കിയത്. അതിൽ ശ്രീചിത്രയിൽ ജോലി കിട്ടിയത്. ഞാൻ നഴ്സിംഗിന് പഠിക്കുമ്പോൾ ശ്രീചിത്രയില് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നഴ്സിംഗിന് പഠിച്ചതാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയേണ്ട സമയം പോയതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. ഒരു യൂണിഫോം ആയിരുന്നു ഞാൻ നഴ്സിംഗിന് കയറിയപ്പോ, ഒരു യൂണിഫോം. അത് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴ ആ ഒരു യൂണിഫോം ആയിരുന്നു. എന്നാൽ ശ്രീചിത്രയിലെ ജോലി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാം ചെയ്യാനുണ്ട്. മെഡിക്കൽ കോളേജിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് അവിടെ കിട്ടി. 22.5 വയസ്സിൽ
ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി. പ്രിയമുള്ള ഒരു AC റൂമില 6ാമത്തെ നിലയിലാണ് ഞാൻ AC റൂമിൽ ജോലി ചെയ്തത്. അതുപോലെ തന്നെ 9ാമത്തെ നിലയിലാണ് ഞാൻ എന്റെ റൂമായിരുന്നു ഹോസ്റ്റലില്. ഞാനൊരു 2 നില വീട്, എന്റെ ഒരു മാമന് മാത്രമേ 2 നില വീടുള്ളായിരുന്നു. ആ വീട്ടിൽ കയറാനും അവിടെ താമസിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി ആ ഒരു 2 നില വീട് കാണാനുള്ള കൊതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഓല കെട്ടിടായിരുന്നല്ലോ. ഇങ്ങനെ അവിടെ തന്നെ കിട്ടി. അതുകൊണ്ട് ആ കാര്യം അവിടെ നിർത്തട്ടെ. ഇനി ഞാൻ എന്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഒത്തിരി കാര്യം പറയാനുണ്ട്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്റെ പരിശുദ്ധാത്മ എനിക്ക് കുഞ്ഞിലെ മുതൽ എനിക്ക് ഭയങ്കര ഒരു ദൈവസ്നേഹം. എന്റെ യേശുവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്യണം. പക്ഷെ എനിക്ക് പബ്ലിക്കായിട്ട് വരാൻ ഇഷ്ടമില്ല. രഹസ്യമായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം. അതിന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാൻ. എന്നാലും ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല പ്രാർത്ഥിക്കാൻ. പക്ഷെ 1 മണിക്കൂർ ഞാൻ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ സൺഡേ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ തലേ ദിവസം ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കും സൺഡേ മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടി. ഇതൊക്കെ അന്ന് ആരെങ്കിലും ചെയ്തിരുന്നോ? ആരും എന്റെ പാരന്റ്സ് ഒന്നും പഠിപ്പിച്ചതല്ല, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. അതുപോലെ ഞാൻ ഞങ്ങളുടെ ഒരിടത്തില് ചർച്ച് വന്നെന്ന് പറഞ്ഞല്ലോ, അവിടെ ഞാൻ തന്നെയാണ് തൂക്കുന്നതും, ഞാൻ തന്നെയാണ് പായിടുന്നത്. പായിട്ടിട്ട് ഞാൻ അവിടെ മൂലക്കിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ദൈവമേ ആത്മാക്കളെ കൊണ്ടുവരണമേ, ഇവിടെ വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണം, രോഗി. ഇങ്ങനെ ഞാൻ അന്യഭാഷയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ പാരന്റ്സ് ഒന്നും കണ്ടിട്ടില്ല എന്ന് അത് പ്രാർത്ഥിക്കും. മാത്രമല്ല, ചാണകം മെഴുകുന്ന ചർച്ചായിരുന്നു. ചാണകം മെഴുകാൻ ഞാനും അനിയത്തിമാരും എല്ലാവരുടെയാണ് ചാണകം മെഴുകുന്നത്. ആ ചാണകം മെഴുകി അതേ കൈ കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ബുക്ക് ദൈവനാമത്വത്തിനായി എഴുതുന്നത്. പ്രിയ സഹോദരങ്ങളെ, അന്ന് ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചില്ല. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ വിചാരണ വചനമുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനത് ചെയ്ത്. എന്നാൽ കഴിയുന്ന ചെയ്യുക. പിന്നെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എന്റെ ബുക്ക് ബൈബിൾ എപ്പോഴും ഉണ്ടല്ലോ. എനിക്ക് എൻജോയ്മെന്റ്, ഈ ശരീരത്തെ പുറമേ ഉള്ള എൻജോയ്മെന്റ് അന്ന് എനിക്ക് ഇഷ്ടമല്ല. ഒരു യൂത്ത് മീറ്റിംഗ് ആണെങ്കിൽ അവിടെ ഡാൻസും കൂത്തും ഒക്കെ കാണാനായിട്ട് ഞാൻ പോകാറില്ല. അത്രയും സമയം എന്റെ ദൈവത്തിന്റെ സന്നിധിയിരിക്കും. അതുപോലെ ഡ്രില്ലിന് ഓടാനും ചാടാനൊന്നും ഞാൻ പോകാറില്ല. ഞാൻ അവിടെ ബൈബിളായിട്ടിരിക്കും. പിള്ളേർക്കെല്ലാം എന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നൽകും എന്നുള്ള വചനം അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് അസുഖമാണോ, ഞാൻ പ്രാർത്ഥിക്കും. പഠിക്കാൻ ബുദ്ധിയില്ല, ഞാൻ പ്രാർത്ഥിക്കും. എന്താണ് ആവശ്യം, ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പ്രവർത്തിക്കുക എന്നുള്ള ദൈവത്തിൻ്റെതാണ്. എല്ലാം പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഒത്തിരി അത്ഭുതങ്ങൾ എന്നിലുണ്ട്, എന്റെ കരത്തിലൂടെ ദൈവം ചെയ്തു. അങ്ങനെ ഞാൻ ചർച്ചിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഓരോ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പോകുന്ന ചർച്ചിലാണെങ്കിൽ ആ ദൈവദാസൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക, ആ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാം ആ ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറ്റുന്നൊക്കെ ചെയ്യാം. മാത്രമല്ല, ട്രാക്ട് കൊടുക്കുമായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡോക്ടർ പുതിയ നിയമമൊക്കെ കൊണ്ടുതരും. അപ്പോൾ ഞാനും അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി. അവിടെ എനിക്ക് പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ആക്ച്വലി എന്റെ ഒരു 2 വർഷം സീനിയറുള്ള ഒരു ചേച്ചി പെന്തക്കോസ്ത് ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ബാച്ചില് ഫുൾ പെന്തക്കോസ്തുകാരായി, മുസ്ലിംസ് തുടങ്ങി. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായി. പാരന്റ്സ് ഒക്കെ ഒന്ന് ഭയങ്കര ബഹളമായി. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. അതുപോലെ എന്റെ പേര് ഇങ്ങനെയാണ്, സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ്. അതുകൊണ്ട് 1 വർഷം എന്നെ ആരാധനയ്ക്ക് വിട്ടില്ല. എന്നാലും എന്റെ ആരാധന കുറഞ്ഞു പോയിട്ടില്ല. എന്റെ പ്രിയ സഹോദരൻ, എന്റെ ദൈവം ചർച്ചിലല്ല. ഇപ്പോഴും ഞാൻ പറയാം, എന്റെ ദൈവം ചർച്ചിലല്ല. അന്നും പുതിയ നിയമമുള്ള എന്നെ നേഴ്സിങ്ങിന് കൊണ്ടാക്കിയപ്പോൾ പോലും എന്റെ പാരന്റ്സ് ഒരു ബൈബിൾ വാങ്ങി തന്നില്ല. ഞാൻ ചോദിച്ചെങ്കിൽ വാങ്ങി തരുമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പുതിയ നിയമം മാത്രം. ഞാൻ ആരാധനയ്ക്ക് ഇവിടെ പോകുമ്പോഴത്തേക്ക് കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ പോലും ഈ സങ്കീർത്തന വായനയുണ്ടല്ലോ, അവരെല്ലാം എണീറ്റ് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടെ അവരുടെ ബൈബിളിലോട്ട് നോക്കി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോഴാന്ന് തോന്നുന്നു, ഫൈനലിൽ ഒരു ചേച്ചി അവര് കോഴ്സ് കഴിഞ്ഞ് പോയപ്പോൾ ആ ബൈബിൾ എനിക്ക് തന്നു. അത് ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ മെസ്സൊക്കെ എടുക്കാതെ ഫാസ്റ്റ് ചെയ്തും എല്ലാം പൈസ ഉണ്ടാക്കി ഞാൻ എന്റെ വീട്ടിൽ എന്റെ അനിയത്തിമാർക്കൊക്കെ ബൈബിൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ അപ്പോഴും എനിക്ക് പഴയ ബൈബിൾ മാറ്റാൻ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ അതിൽ വരയ്ക്കും, എഴുതും. എന്റെ ബൈബിളൊക്കെ ഇങ്ങനെ കുത്തി വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബൈബിൾ അല്ലാതെ ആദ്യം വായിക്കുന്നത് PG അങ്കിളിന്റെ ബുക്കുകളാണ്. അല്ലാതെ ഞാൻ ബുക്കൊന്നും വായിച്ചിട്ടില്ല. അത് ഞാൻ 2 ദിവസം ശനി ഞായർ വീട്ടിൽ പോവാണെങ്കിൽ അന്ന് മെസ്സ് എടുക്കില്ല. 5 ദിവസം മെസ്സ് എടുത്തില്ലെങ്കിൽ നമുക്ക് 5 ദിവസത്തെ പൈസ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ 3 ദിവസം കൂടി മെസ്സ് എടുക്കില്ല. ഫാസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ബ്രെഡ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ PG അങ്കിളിന്റെ ബുക്ക് മേടിച്ചത്. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടംപോലെ ബുക്കുണ്ട്. ഞാനൊക്കെ ഇത്രയും ബുക്ക് എഴുതുന്നതിന് പക്ഷെ മക്കൾക്കൊന്നും വായിക്കാൻ സമയമില്ല.
താല്പര്യമില്ല. പക്ഷെ ഞാൻ 100 രൂപയ്ക്കെങ്കിൽ അങ്കിൾ അതിനേക്കാളും അധികം എല്ലാ ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. പലർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചർച്ചിൽ പ്രയർ ഗ്രൂപ്പ് സോറി ഈ ഹോസ്റ്റലിലെ പ്രയർ ഗ്രൂപ്പ് ഈ ഒരു വർഷം ഞാൻ ബാത്റൂമിലിരുന്ന് ബാത്റൂം എന്നാൽ നിന്ന് ഞാൻ ആരാധിക്കുമായിരുന്നു. ബൈബിളൊന്നും കൊണ്ടുപോകത്തില്ല. അവിടെ നിന്ന് പാട്ട് പാടത്തില്ല. പാട്ട് പാടാൻ എനിക്ക് പണ്ടേ സൗണ്ട് എന്റെ പാട്ട് ശരിയല്ല എന്നൊരു തോന്നല് കുറച്ച് നാൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സൗണ്ട് ഒന്നും നോക്കത്തില്ല. എനിക്ക് ദൈവം തന്ന സൗണ്ട്, ആ സൗണ്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തും. ഞാൻ പാടും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ പാടത്തില്ലായിരുന്നു. ഫുൾ ടൈം 10 തൊട്ട് 1 മണി വരെ അന്യഭാഷയിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് ലെറ്റർ മേടിച്ചു കൊടുത്ത് എനിക്ക് പെർമിഷൻ കിട്ടി. പലരെയും ഞാൻ കൊണ്ടുപോകായിരുന്നു. പക്ഷെ ആരെയും കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. ഞാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഹൗസ് കീപ്പർ അവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ പുതിയ ഇല്ലന്റ് പുതിയ ബുക്ക് ഇങ്ങനെ ആരുടെയൊക്കെ സാധനങ്ങൾ മേടിച്ച് കവറി വെച്ച് ഇങ്ങനെ നിൽക്കും. ഹൗസ് കീപ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴാണ് ഞാൻ ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഓടുന്നത്. കാരണം അവർക്കറിയാം ഞാൻ ചർച്ചിലാ പോകുന്നത്. ഷോപ്പിങ്ങിനൊന്നും കാശില്ല പ്രിയ സഹോദരങ്ങളെ. എന്നാൽ അവരുണ്ട് തിരിച്ചു വരുമ്പോൾ അവരെ നോക്കും. അതുകൊണ്ടാണ് ഈ പുതിയ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ പോകുമായിരുന്നു. പിന്നെ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി. അന്നും ഇന്നും എനിക്ക് സംഘടന പ്രേമമല്ല, എന്റെ യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. എല്ലാവരും ഒരുപോലെ കാത്തലിക്സ്, CSI, മർത്തോമ, പെന്തക്കോസ്ത എന്ന് പറയാൻ ഞാനും പിന്നെ എന്റെ ബാച്ചിൽ വേറൊരു കൊച്ചുണ്ട്. പക്ഷെ അവൾക്ക് അഭിഷേകം കിട്ടിയിട്ടില്ല. അവൾക്ക് അഭിഷേകത്തിൽ വിശ്വാസമില്ല. അവൾക്ക് പ്രവചനത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ അവളുമായിട്ട് വലിയ കൂട്ടില്ലായിരുന്നു. പക്ഷെ മർത്തോമയിലെ മിനി എന്ന് പറഞ്ഞ ഒരു കൂട്ടായിരുന്നു. അവളുടെ അടുത്ത് സുവിശേഷമൊക്കെ പറയുമായിരുന്നു. പക്ഷെ പ്രയർ ഗ്രൂപ്പിലെ സീനിയേഴ്സ് ഉണ്ട്. അവര് CSI, മർത്തോമ, കാത്തലിക്സ് അവരൊക്കെയാണ്. ആ ചേച്ചിയുടെ റൂമിലാണ് ഞങ്ങളുടെ പ്രയർ. അങ്ങനെ പോയി പ്രാർത്ഥിക്കുക. ഇപ്പൊ പരസ്യമായിട്ട് ഞാൻ അന്യഭാഷയിലൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്നാല് പാട്ട് പാടുക, എല്ലാരും ബൈബിൾ വായിക്കുക, ഒരു ആത്മമന ഡെയിലി ബ്രെഡ് ഓരോന്ന് വായിക്കുക, അങ്ങനെ ആരാധിക്കുക. രാത്രിയാണ് അങ്ങനെ ആരാധന ഉണ്ടായിരുന്നത്. പക്ഷെ ഈ മിനിയെ ഞാൻ ഒരു ദിവസം എന്റെ പ്രേയറിന് വിളിച്ചു. ഞാൻ എല്ലാരെയും വിളിക്കട്ടെ, ഞാൻ ഹോസ്റ്റലിൽ ശ്രീചിത്രയിലായിരുന്നപ്പോൾ ഒത്തിരി പേരെ ഞാൻ പ്രേയറിന് കൊണ്ടുപോകായിരുന്നു. ജാതി മതമൊന്നും ഞാൻ നോക്കാറില്ല. എന്ന് വെച്ചാൽ ഞാൻ അവരെ അങ്ങ് സ്നേഹിക്കും. ഞാൻ അവിടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ വിഷയങ്ങൾക്ക് മറുപടി ആകുമ്പോൾ അവർ വരും. അല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നെ ബാക്കി ഒരു വചനം മതി, ഒരു വാക്ക് മതി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ. നമ്മൾ എത്ര പ്രസംഗിച്ചാലും എത്ര സുവിശേഷം പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ല എങ്കിൽ ജീവിതങ്ങൾ രൂപാന്തരപ്പെടത്തില്ല. അപ്പോൾ ഞാൻ ഇവരെ വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോട്ട് പോകുന്ന ദൈവമേ അങ്ങനെ ഞാൻ മിനി ഒരു ദിവസം എന്റെ ചർച്ച വിളിച്ചു. അപ്പൊ അവള് പറഞ്ഞു അവള് മർത്തോമേന്ന് അവളുടെ ചർച്ചിൽ ചെല്ലാമെങ്കിൽ അവൾ എന്റെ അടുത്ത് വരാൻ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ അങ്ങനെ ഒരു ദിവസം മർത്തോമ ചർച്ചിൽ പോയി. അവിടെ എന്റെ ബൈബിൾ ക്ലാസ് ആയിരുന്നു. എന്ത് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് അന്യഭാഷയിലെ ഉള്ളിൽ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്നു. അടുത്ത സൺഡേ അവൾ എന്റെ കൂടെ വന്ന്. പിന്നെ അവളെ ചർച്ചിൽ പോയിട്ടില്ല. ആമേൻ ആമേൻ ആമേൻ. പിന്നെ പ്രിയ സഹോദരങ്ങളെ അവർക്ക് അഭിഷേകം കിട്ടാഞ്ഞിട്ട് ഒത്തിരി ഞങ്ങൾ ഇങ്ങനെ നടന്നു. എന്നിട്ട് കിട്ടാതെ ഒരു ദിവസം ഞങ്ങൾ ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് കിട്ടുമെന്ന് ഓർത്ത് തന്നെ ഞങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ അന്ന് ലഭിച്ചില്ല. അവള് തിരിച്ചു വന്ന് കട്ടിൽ വന്ന് കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയില്ല. അന്ന് അവധി ദിവസമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വാ മിനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ഒടിഞ്ഞ കട്ടിലൊക്കെ ഉള്ള ഒരു റൂം കൂട്ടിയിട്ടേക്കുന്നത് മൊത്തം പൊടിയും മണ്ണുവാ. അവിടെ ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ പേപ്പർ ഇട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും യേശുവിനെ കുറ്റമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറ്റം ഓർമ്മ വരുന്നെങ്കിൽ നീ അത് പറഞ്ഞ് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ഒരു 10 മിനിറ്റ് അവൾ പറഞ്ഞു യേശുവിനെ പിടിക്കണം, കുടുക്കയിൽ അടയ്ക്കണം, നടുക്കല്ലിൽ അടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും വലിയൊരു ബോംബ് പൊട്ടുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ആ റൂമിൽ അങ്ങ് നിറയുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങൾ, പിന്നെ അവളെ കൺട്രോൾ പോയി. ഭയങ്കരമായിട്ട് കൈയടിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനങ്ങ് സൈലന്റ് ആയി. ഞങ്ങളുടെ റൂമിലെ അതുവരെ അങ്ങനെ ഒരു ആരാധന അവിടെ ഇല്ല, നടന്നിട്ടില്ല. ഞങ്ങളുടെ റൂമിലുള്ള അവിടെ എല്ലാം ആ ഫ്ലോറിലുള്ള എല്ലാവരും ഓടി വന്നു. അവർക്ക് അതിശയം എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അവര് ഡോറിൽ മുട്ടുന്നു. അപ്പൊ ഇവളിങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു, പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നു. അവര് ജനന്റെ അവിടുത്തെ വെന്റിലേറ്റർ വലിച്ചു പൊക്കി കസേരയും സ്റ്റൂളും ഒക്കെ കൊണ്ടിട്ട് നോക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഞാനൊന്നും മിണ്ടാതെ ഞാൻ കുനിഞ്ഞിരിക്കാൻ. നമ്മൾ ഒരു മണിക്കൂറോളം ഭാഷയിൽ ആരാധിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ എന്ത് പറയണം എന്തായിരിക്കും എനിക്ക് അറിയില്ല. അങ്ങനെ ഇറങ്ങുമ്പോഴത്തെ എല്ലാരും ലോഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ അവള് തന്നെ പത്രോസ് പ്രസംഗിച്ചതുപോലെ ഒരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. ഞാൻ മിണ്ടിയില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്, നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം പ്രസംഗിച്ചു. അന്ന് വൈകിട്ട് ആരാധനയ്ക്ക് അവിടെ റൂമിലെ പ്രേയറിന് പ്രാർത്ഥിക്കേണ്ട മിനിയാണ് പ്രാർത്ഥിക്കേണ്ടുന്ന. ഓരോരുത്തർ ടേൺ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ബൈബിൾ എല്ലാവരും വായിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവൾ വീണ്ടും പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അപ്പോൾ ഈ വിശ്വാസം പ്രവചനത്തിലും അഭിഷേകത്തിലും വിശ്വാസം ഇല്ലാത്ത പെന്തക്കോസ്തുകാരി പ്രാർത്ഥിച്ചു. ഒക്കെ കിട്ടിയ മർത്തോം അവിടെ ഇരുന്ന എല്ലാവർക്കും അഭിഷേകം. ഭയങ്കര ബഹളം. മെസ്സിനടുത്താണ്. മെസ്സിൽ പോകുന്ന പിള്ളേരെല്ലാം വന്ന് കഥ കൊട്ടുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. അപ്പോഴും ഹൗസ് കീപ്പർ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട്
ഷൗട്ട് ചെയ്തു. ഡയറക്ടർ അടുത്ത് പോയി. ഡയറക്ടർ അടുത്ത് പറഞ്ഞു. പിന്നെ അന്ന് രാത്രി ഒരു കാത്തലിക്സിലെ ഒരു കുഞ്ഞിനെ കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി. ഞാൻ പറഞ്ഞു, "വേണ്ട, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം." അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഈ പെന്തക്കോസ്തിലെ മിനി ഇങ്ങനെ കുറേ നേരം കിട്ടിയില്ല. 1 മണിയായിട്ടും കിട്ടുന്നില്ല. അന്നേരം പെന്തക്കോസ്തിലെ മിനി പറഞ്ഞു, "അത് നീ വിശ്വസിക്കുന്നു, പക്ഷെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും മുമ്പിൽ ഇങ്ങനെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ?" "അപ്പ ഇല്ല." "അങ്ങ് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ കിട്ടത്തില്ല. വിശ്വസിക്കുന്നത് പിശാചും വിശ്വസിക്കുന്നെന്ന് വചനത്തിലുണ്ട്" എന്ന് പറയുകയും, "ഓ, എന്നെ പിശാചെന്ന് വിളിച്ചു" എന്ന് പറഞ്ഞ് അവള് ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, "ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാം." അങ്ങനെ 2 മണി വെളുപ്പിന് പിറ്റേന്ന് ക്ലാസ് ഉണ്ട്. ഒരു കോളേജിൽ ക്ലാസ് ഉണ്ട്. 2 മണിയായപ്പോ അവള് അഭിഷേകത്താന്ന് പറഞ്ഞു. അതിനുശേഷം പല ഹിന്ദുക്കൾ വന്ന് പലരും യേശുവിനെ നേരിട്ട് കണ്ടവരുണ്ട്. ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എനിക്ക് ആ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പലരും ഊമക്കത്ത് ഡയറക്ടർ വിളിച്ചു, ചീത്ത വിളിച്ചു. പിന്നെ എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഹിന്ദു കൊച്ച്, അവൾക്ക് സ്വന്തമായിട്ട് കൊല്ലത്തുള്ള ആശ്രമമൊക്കെ ഉണ്ട്. അവളുടെ അമ്മ രാവിലെ കുളിച്ച് കുറിയിട്ട് ഈറനണിഞ്ഞൊക്കെ എന്തൊക്കെയോ ഇത് ചെയ്യുന്നതാണ്. അങ്ങനെ ആയിരിക്കും 2 ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പൊ 3 ദിവസം ഒരു പാറശാലയിൽ എന്റെ കസിൻ ബ്രദറിന്റെ ചർച്ചില് CA ക്യാമ്പ്, യൂത്ത് ക്യാമ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവളെയും കൂടി കൊണ്ടുപോയി. അവളെ വീട്ടിൽ പോകുന്നെന്ന് യൂത്ത് ഹോം പാസ് ബുക്കിൽ എഴുതി. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നെന്ന് ഹോം പാസ് ബുക്ക് എഴുതി വെച്ചിട്ടാണ് പോയത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങ് പോയതിന്റെ പിറ്റേന്നങ്ങാണ്ട് അവളുടെ വീട്ടിൽ നിന്ന് ആള് തിരക്കി വന്നു. വന്നപ്പോഴൊന്നും പറയണ്ടല്ലോ, അവള് വീട്ടിൽ പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വീട്ടിലെത്തിയില്ല. എന്റെ പ്രിയ സഹോദരൻ ഭയങ്കര പ്രശ്നമായി. അപ്പൊ എന്റെ ഫ്രണ്ടിന് ആർക്കാണ്ട് അറിയായിരുന്നു എന്റെ കൂടെ പോയെന്ന്. അങ്ങനെ അവരെ ആശ്വസിച്ചു. പക്ഷെ അവൾ അവിടെ വെച്ച് പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. വളരെ സന്തോഷമായിട്ട് ഹോസ്റ്റലിൽ വന്നു. ഒരു നൺ സിസ്റ്റർ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച്, "നീ പറയാനൊന്നുമില്ല." ഡയറക്ടർ വിളിച്ചു. ഇതിനിടയ്ക്ക് കുറെ ഊമക്കത്തുകൾ വന്നു. ഞാൻ എല്ലാവരെയും പെന്തക്കോസ്താക്കുന്ന അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മിനി എബ്രഹാം അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ട്രാക്ട് കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി നീണ്ട പ്രാർത്ഥനയൊന്നുമല്ല, ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞങ്ങൾ പകല് വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ രാത്രി വൈകിട്ട് പോകുമായിരുന്നു. അതുപോലെ TV സെന്റർ ഉണ്ടെന്ന്. TV സെന്റർ ഞങ്ങൾ പാടി ആരാധിച്ച് ഒക്കെ പ്രസംഗിയൊക്കെ എന്തൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല പെർമിഷൻ വല്ല വാങ്ങിയായിരുന്നോ എന്നൊന്നും ഓർക്കുക. ഞങ്ങൾ ആഴ്ചയിലൊന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ്, കോട്ടക്കെട്ട് സുഖമില്ല, കണ്ണാശുപത്രി പോകുന്നെന്ന് പറഞ്ഞ് കണ്ണാശുപത്രിയുടെ അടുത്താണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അവിടെ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോ അടുത്ത ആഴ്ച അവരിങ്ങനെ നോക്കിയിരിക്കും. അവിടെ വിടുതൽ കാണണമെങ്കിൽ അടുത്ത ആഴ്ച നാം ചെല്ലണം. നമ്മുടെ ഏതാണ്ട് കഴിവോ നമ്മുടെ ഏതോ പ്രാസോ ബൈക്കോളജി പഠിച്ചതോ വചനത്തിന്റെ പരിജ്ഞാനോ ഒന്നുമല്ല. ആ ഒരു വിശ്വാസവും നമുക്ക് അതിനുള്ള ദാഹമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ഇന്നും ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. നമ്മിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം കർത്താവ് ക്രിസ്തു തലയാണ്, നാം ശരീരമാണ്. നമ്മുടെ തലയ്ക്ക്, എന്റെ കയ്യിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ക്രിസ്തുവിന് സഭയാണെന്ന നമ്മിലൂടെ, നാം ഓരോരുത്തരും അവയവമാണ്. നമ്മിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും റെഡിയല്ല എങ്കിൽ സഭയ്ക്ക് പുറത്തുള്ളവരെ ദൈവം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവം തന്റെ പണി ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ എസ്തറിനോട് മൊർദെഖായി പറഞ്ഞതുപോലെ നീയും നിന്റെ കുടുംബവും നശിച്ചു പോകും, നമ്മുടെ കുടുംബം നശിച്ചു പോകും. ദൈവം അത് ബൈപ്പാസ് ചെയ്തു പോകും. അതുകൊണ്ട് നമ്മുടെ ചാൻസ് നാം നഷ്ടപ്പെടുത്തരുത്, നാം അത് പ്രയോജനപ്പെടുത്തണം പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ദൈവത്തിന് വേണ്ടി ചേർന്ന് പിന്നെ ട്രാക്ട് കൊടുക്കുമായിരുന്നു. ട്രാക്ട് ചിലപ്പോൾ ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആരെങ്കിലും എണീറ്റ് പോകുമ്പോ പെട്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോ ചുറ്റുമുള്ളവർക്ക് പറന്ന് ഇങ്ങനെ പറക്കി കൊടുക്കുന്ന വെച്ചാൽ നാണക്കേടാണ് അവർ എല്ലാം പറഞ്ഞാലൊന്ന്. പിന്നെ ഈ ഓട്ടോയിലെ ഈ വൈപ്പറില്, പിന്നെ കാറിന്റെ വൈപ്പറില്, വീടുകളിലെ ഫ്രണ്ടിലെ ലെറ്റർ ബോക്സിൽ ഇങ്ങനെയൊക്കെ ഇട്ട് ദൈവകൃപയാൽ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാന്ന്. പിന്നെ എന്റെ മെയിൻ പ്രാർത്ഥന തന്നെയായിരുന്നു. അങ്ങനെ ദൈവം മാനിച്ചു. പ്രിയ സഹോദര കോളേജിൽ ഇവിടെ ശ്രീചിത്രയിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി. അവരുടെ ഡ്യൂട്ടിക്കാരൻ ആരും ചർച്ചിൽ വരാൻ അത്ര വില്ലിങ് അല്ല, സെൽഫ് കുക്കിംഗ് ഒക്കെയാണ്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് അവർക്കെല്ലാം സഹായിച്ചിട്ട് അവരെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അവരൊക്കെ ഇന്നും പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ കാണുമ്പോൾ എനിക്കെല്ലാം സന്തോഷമുണ്ടായിരുന്നു. നശിച്ചു പോകാതെ ദൈവം അവരെല്ലാവരെയും അവിടെ ഇവിടങ്ങളാൽ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദയക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ എന്റെ മാരേജുകാരൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. വീട്ടുകാർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. പക്ഷെ ഒത്തിരി കാശൊന്നും ഞാൻ ചെലവാക്കിയില്ല. ഞാൻ ഒറ്റ പുസ്തകം വാങ്ങിയിട്ടില്ല. രാത്രി 2 മണിക്കൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തോ ഞാൻ അവരുടെ പുസ്തകം വെച്ചാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂണിഫോമാണ്. പിന്നെ 10 മണിക്ക് ചായ കുടിക്കാൻ പോണം, ഞാൻ പോകാറില്ല, അതിനുള്ള കാശില്ല. പക്ഷേ
ഞാന് എന്റെ ഫാദറിന് അല്ലെങ്കിൽ ഹോർലിക്സ് കലക്കി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഫാദറിനോട് പറഞ്ഞു, "ഒരു ഹോർലിക്സ് വാങ്ങിച്ച് തന്നാൽ ഇച്ചിരി ഒന്ന് കളർ മാറ്റിക്കൊണ്ട് അവര് കാണുന്നില്ലല്ലോ ഫ്ലാസ്കിൽ കൊണ്ടുപോകുന്ന ഹോർലിക്സ് ആണോ വെള്ളമാണോ." അങ്ങനെ ഞാൻ പോയതാണ്. എന്നാൽ അതുമല്ല, സ്കോളർഷിപ്പ് എല്ലാ മാസവും 100 രൂപ സ്കോളർഷിപ്പ് വാങ്ങിയാണ് ഞാൻ പഠിച്ചത്. എന്ന് വെച്ചാ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണെന്നല്ല, സെൻട്രൽ ഗവൺമെന്റ് ജോലി ഉള്ളവരുടെ മക്കള് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്നവർക്ക് 100 രൂപ മാസം കിട്ടുമായിരുന്നു. അപ്പൊ 200 രൂപയാണ് മിസ് ഫീ. അതിൽ 100 രൂപ ഇങ്ങനെ സ്കോളർഷിപ്പ് വാങ്ങായിരുന്നു. അങ്ങനെ ദൈവം എന്നെ അത്ഭുതകരമായി ദൈവം നടത്തി. എന്നാൽ ആ ശുശ്രൂഷയിൽ വളർന്നു വരണം, എപ്പോഴും ദൈവഹിതം എന്താണ് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ശ്രീ ചിത്രയിലും പറ്റുന്ന പോലെ ചെന്നു. പക്ഷെ അവിടെ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്. 2018 എനിക്ക് എതിരായിട്ട് റിട്ടേൺ കംപ്ലൈന്റ് പോയി ഡയറക്ടർക്ക്. അതുകൊണ്ട് പല പല റെസ്ട്രിക്ഷനും ഉണ്ട്. എന്നാലും ദൈവം എന്നെ നടത്തുന്നുണ്ട്. അവിടെ ഒരു ഉണർവുണ്ട്. എന്നിലൂടെ ഒരു ഉണർവ് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സിലാകാം, ആ ഒരു നിയോഗത്തിലാണ് ദൈവം എന്നെ അയച്ചത്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി 22.5 വയസ്സിൽ തരുവാന്ന് പറയുമ്പോൾ, ഇന്ന് 30, 35 വയസ്സായി ജോലി ഇല്ലാതിരിക്കുമ്പോൾ പ്രേസരങ്ങൾ എത്ര രൂപയാണ് ഞാൻ മേടിച്ചത്? ഇതിനൊന്നും യോഗ്യതയല്ല. എനിക്ക് പൈസ മേടിച്ച് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ സൂഹിക്കാനല്ല ദൈവം എന്നെ അയച്ചത്. അവിടെ ഒരു ശുശ്രൂഷ ഉണ്ട്. മോശ ചോദിച്ചതുപോലെ, ദൈവമേ നീ എന്നെ ഇവിടെ അയച്ചത് എന്തിന്? ഞാൻ എപ്പോഴും ചോദിക്കും, ദൈവമേ നീ എന്നെ ഇവിടെ അയച്ചത് എന്തിന്? നിന്റെ ഒരു ശുശ്രൂഷ ആ ഒരു മഹത്വത്താൽ നിറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി കാന്ത ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ആത്മാക്കൾ ആകർഷിക്കപ്പെടണം. നീ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരിക്കാം, നീ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തുറന്ന് പറയട്ടെ പ്രിയ സഹോദരൻ, ഒത്തിരി ഞാൻ മുറിവേറ്റിട്ടുണ്ട്. സഭകളിൽ പ്രത്യേകിച്ച് ആത്മീയരിൽ നിന്ന് ഒത്തിരി ഞാൻ മുറിവേറ്റിട്ടുണ്ട്. 2013, 14, 12, 13 വർഷങ്ങളാണ് ഭയങ്കരമായിട്ട് മുറിവേറ്റു. ഒരു കുടുംബത്തെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കുടുംബമാണ്. അവര് ലൈഫ് ലോങ് എന്റെ കൂടെ കാണുമെന്നും ഏത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അതേ കുടുംബത്തിൽ നിന്ന് ഭയങ്കരമായി മുറിവേറ്റുകയും അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു നിരാശയായി. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരോടും പറയാറില്ല. ആ വ്യക്തിയോട് പോലും പറഞ്ഞ, ആ വ്യക്തി ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ആരുടെ വായിൽ നിന്ന് കേട്ടിട്ടില്ലാത്തതുമായ വാക്കുകൾ അതിങ്ങനെ ഒരു എക്കോ പോലെ എന്റെ മനസ്സിൽ ഊണിലോ ഉറക്കത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. എന്നാ പക്ഷേ 6 മാസം ഞാൻ സ്ട്രഗിൾ ചെയ്തു അതിൽ നിന്ന് പുറത്തു വരാൻ. അവസാനം എനിക്ക് പറ്റിയില്ല. പിന്നെ ആ വ്യക്തിയോട് തന്നെ പോയി പറഞ്ഞു. അന്നേരം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഇത്രയും നാളും കൊണ്ട് നടന്നു എന്ന് പറഞ്ഞ്. പക്ഷേ ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. അതെന്ന് പറയുന്നത് ആ നിരാശയിലൂടെ, നിരാശ, ഭയം, ഇതൊക്കെ സാത്താന്റെ തീയമ്പാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ നിരാശയും തീയമ്പ് കടന്നു വന്നാൽ അതിലൂടെ സാത്താൻ കിടന്നിട്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ മുറിവേൽക്കുകയും നമ്മുടെ അകത്തെ മനുഷ്യന്റെ ബലം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ. എനിക്കതൊന്നും അന്നും അറിയത്തില്ലായിരുന്നു. പിന്നത്തെ ദൈവാത്മാവെല്ലാം വെളിപ്പെടുത്തി തന്നു. ഒരു ഒരു ലെവലില്ല. ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ് ഭയങ്കര ഒരു ദണ്ഡനത്തിലാണ്. അങ്ങനെ ഒരു തീ കരയിൽ പിടിച്ചിട്ട് ഒരു മത്സ്യം പോലെ രാത്രി 2 മണി 3 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി നിലവിളിച്ച അവസരങ്ങളുണ്ട്. ഉറങ്ങാത്ത രാത്രികളുണ്ട്. പലപ്പോഴും ഞാൻ ഉറക്ക ഗുളിക കഴിച്ചാലോ എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ കഴിച്ചില്ല. എന്റെ ദൈവം എന്നെ ഒരു ബോട്ടംലെസ് പിറ്റിലേക്ക്, ഒരു ആഴക്കുഴിയിലേക്ക്, ഒരു ഇരുളിന്റെ അവസ്ഥയിലേക്ക് ഞാൻ താണ് പോകുന്ന ഒരു അവസ്ഥ. സെർച്ചിൽ പോകുന്ന മെസ്സേജ് ചിലപ്പം ബലപ്പെടുത്തുന്ന, ചിലപ്പോൾ അവിടെയും മെസ്സേജും എന്നെ കുത്തി വേദനിപ്പിക്കുന്ന പോലെയൊക്കെ തോന്നിട്ട് നമുക്ക് ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി പ്രിയ സഹോദരങ്ങളെ. ഞാൻ ഒരു പ്രാവശ്യം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ റോഡിലൂടെ ഇങ്ങനെ നരുകയാണ്. വന്നപ്പോൾ ഒരു കാർ കൊണ്ട് നിർത്തി ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്ത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ റോഡിന്റെ നടുക്കിലാണ്. ഗ്ലോറി, ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, തലനാരിഴയ്ക്ക് വ്യത്യാസത്തിൽ ദൈവം എന്നെ പിടിപ്പിച്ച് എന്റെ ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് എന്ന് വിളിച്ചു. അതുപോലെ ആത്മഹത്യക്ക് ചിന്തിച്ചില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി എന്തിനാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതെന്ന്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല പിടിച്ചു കയറാൻ. ഞാൻ ഓർത്ത് എന്റെ ആത്മീയ ജീവിതം പോയി, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ബൈബിൾ എടുക്കുക, ബൈബിളിന്റെ പുറത്തോട്ട് കമിഴ്ന്നെടുക്കുക, പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. അപ്പോൾ ഒരു വാക്യം തരും, അല്ലെങ്കിൽ ഒരു ദർശനം തരും, എന്റെ ആശ്വാസം തരും. ഇത് ഒരാശ്വാസം ഇല്ല. എന്റെ ദൈവം എന്നെ കൈവിട്ടോ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തോ എന്നുള്ള അങ്ങനെ ഒരു കുറ്റബോധം എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. ഇനി ഒരിക്കലും എന്റെ ആത്മീയത്തിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നോർത്ത് ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നും പറ്റുന്നില്ല പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ സുരേഷ് ബാബു ബ്രദറാണ്. ബ്രദറിന്റെ അടുത്ത് ഒത്തിരി കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. ബ്രദർ പറഞ്ഞ് ക്രിസ്തുവിൽ ഞാൻ ആര് എന്ന ഒരു അസൈൻമെന്റ് എനിക്ക് തന്നു. അത് കമ്പ്യൂട്ടർ ഗൂഗിൾ സെർച്ച് ചെയ്ത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ കുറെ വചനങ്ങൾ എഴുതി 135 വചനം കണ്ട് എഴുതിയപ്പോ പറഞ്ഞു, ഇത് കയ്യിലിരുന്നാ പോരാ, ഇത് പറയണം, ഇത് ഹൃദയത്തിൽ വരണം, വാ തുറന്ന് പറയണം. അങ്ങനെ ഞാനത് പറഞ്ഞാണ്
ഞാനത് പുറത്തു വന്നത്. ശരിക്കും പരിശുദ്ധാത്മാവ് വരുന്നത് പോലെ ഈ അറ്റാക്ക് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. മനസ്സ് പെട്ടെന്ന് അങ്ങ് ഇരുളായി, പിന്നെ ഒന്നുമില്ല, ഒന്നും കാണത്തില്ല, പിന്നെ അത് സ്തോത്രം പറയാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പിശാചിനെ ശാസിക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പിന്നെ കുറെ പ്രാവശ്യം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് സ്തോത്രം സ്തോത്രം പറയുമ്പോൾ ആ ഒരു അന്ധകാര ശക്തി പോകുന്നത് മനസ്സിലാകും. പക്ഷെ പിന്നെയും ഈ അറ്റാക്ക് വരുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ ചുരുക്കി പറയട്ടെ, ഞാൻ 2013 ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം എഫെസ്യർ 6:12 പോലെ നമ്മുടെ സർവായുധ വർക്കം പറയുമ്പോൾ വിശ്വാസം എന്ന പരിച എന്ന ആ ഒരു വചനം എത്തിയപ്പോൾ ദൈവം എന്നെ അവിടെ നിർത്തി. പരിച 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 എന്തിനാണ്? യുദ്ധത്തിനാണ്. എന്റെ ഉള്ളിൽ ആത്മാവിൽ തന്നെ ചോദ്യവും ആത്മാവിൽ തന്നെ ആൻസറും വരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവോട് സംസാരിക്കുന്ന ഒരവസ്ഥ. പരിച എന്തിനാണ്? പരിച യുദ്ധത്തിനാണ് പരിച ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനാണ് പരിച? അപ്പൊ ഇവിടെ ഒരു യുദ്ധമുണ്ട്. ഇവർ ആര് തമ്മിലാണ് യുദ്ധം? അത് സാത്താന്റെ മണ്ഡലം, അത് അദൃശ്യ മണ്ഡലത്തിലാണ്. അപ്പൊ ഈ പരിച എന്തിനാണ്? സാത്താന്റെ തീയമ്പുകളെ കെടുത്തുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ തീയമ്പിനെ കെടുത്തുന്ന വിശ്വാസം എന്ന പരിച, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ വിശ്വാസം എന്ന പരിച ഉപയോഗിച്ചില്ല. എനിക്ക് ആ നിരാശ വന്നപ്പോ സാത്താനെ വിട്ടുപോയി. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം, ഞാൻ മനുഷ്യരില്ലായിരിക്കും, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരളിച്ചത് ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വാസത്താൽ ആ പരിച ഉപയോഗിച്ചെങ്കിൽ ആ മുറിവ് ഏക്കത്തില്ല. ഈ മുറിവ് വന്ന് എനിക്ക് നിരാശയായിരുന്നു, അത് പിന്നെ ഡിപ്രഷനായി, പിന്നെ എന്നിട്ട് ആ ചോർന്നു പോയി. ഞാൻ പറഞ്ഞില്ലേ, ആത്മബലം ചോർന്നു പോയി. അകത്തെ മനുഷ്യൻ മരിക്കുന്നതിന് കാരണമായി തീരുന്നത് അതുകൊണ്ടാണെന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുകയും ഞാൻ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ വചനം പറഞ്ഞു പറഞ്ഞു തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എന്താണ് സാത്താൻ കൊണ്ടുവരുന്ന തീയമ്പ്, അതിനെതിരായുള്ള വചനം കണ്ടുപിടിക്കുക, വിശ്വാസത്തോട് പറയുക, അഭിഷേകത്തോട് അധികാരത്തോട് പറയുമ്പോൾ അവിടെ ഗോലിയാത്തിനെ വീഴിച്ച ആ കല്ല്, ദാവീദ്, അഭിഷേകമുള്ള ദാവീദ് കല്ലെറിഞ്ഞപ്പോൾ ഗോലിയാത്തിന്റെ നെറ്റിക്ക് തറച്ച് വീണതുപോലെ, ഗ്ലോറി, ഹാലലുയ, നാം അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവവചനം പറയുമ്പോൾ ദൈവവചനത്തിന് ശക്തിയുണ്ടോ? ആ വചനം സാത്താന്റെ നെഞ്ചത്ത് തറയ്ക്കുകയും സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യും. രോഗമാണോ, നിരാശയാണോ, ഭാരമാണോ, മക്കളെ കുറിച്ചുള്ള ഭാരം, എന്തായിക്കോട്ടെ, എല്ലാത്തിനും വചനമുണ്ട്. നിങ്ങളുടെ വചനത്തെ ദൈവത്തിന്റെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല, എല്ലാത്തിനും ആൻസർ ബൈബിളുണ്ട്. അത് കണ്ടുപിടിച്ച് ആ വചനം പറഞ്ഞ് നമുക്ക് പുറത്തു വരാം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ പുറത്തു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ബുക്ക് എഴുതണം, അത് ഇങ്ങനെ നിരാശ പോകുന്ന ഒത്തിരി പേര് കാണാം. അവർക്കൊരു സഹായമായിട്ട് ഇത് എഴുതണം. അതിനു മുമ്പ് ഞാൻ യൂത്തിനെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 1-2 ആന്റിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് സാക്ഷി പറയാൻ, ഒത്തിരി പറയാനുണ്ട്. അത് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ ബുക്ക് എഴുതണം. ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ബുക്ക് എഴുതാനൊന്നും അറിയത്തില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ബുക്ക് എഴുതണം. അപ്പൊ ഞാൻ ആന്റിയെ വിളിച്ചു. ആന്റി പറഞ്ഞു, അഗ്രിജസ്റ്റ് എഴുതണം, ഞാൻ ഡയറി തരാന്നൊക്കെ പറഞ്ഞൊരു ബാങ്ക് മാനേജർ റോമിയന്റെ ആയിരുന്നു. ഈ ബുക്ക് തന്നു. ഞാൻ എഴുതി വന്നപ്പോൾ ഞാൻ എന്താ എഴുതിയ? വിശ്വാസം എന്ന പരിച, യുദ്ധം എവിടെയാണ്, ആരൊക്കെ തമ്മിലാണ് യുദ്ധം, പരിച എന്താണ്, തീയമ്പ് എന്താണ്, ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ. അടുത്ത ലെവല് വിശ്വാസം എന്ന പരിചയം നിന്നാ പോരാ. വിശ്വാസം എന്ന പരിധി കൊണ്ട് നമുക്ക് മാത്രം വിടുതൽ, എനിക്ക് മുറിവേക്കാതിരിക്കാം, പക്ഷെ വിശ്വാസം എന്ന വരത്തിലേക്ക് പോകണം. അതാണ് കാതറിൻ കുൾമിൻ, സ്മിത്ത് ബിഗൽസ്വർത്തും ഒക്കെ അവരിലൂടെ വരമാണ് പ്രവർത്തിച്ചത്. ആ വരം ഉണ്ടെങ്കിൽ ആ വരത്തിലൂടെയാണ് വിടുതൽ നടക്കുന്നത്. വരുന്ന രോഗിക്കോ അവരുടെ വിഷയം കൊണ്ടുവരുന്നവർക്ക് വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എന്റെ വരം മതി, എന്റെ വിശ്വാസം എന്ന വര അവരിൽ പ്രാവർത്തികമാകുമെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ ദൈവം മഹത്വമാണ്. മൂന്നാമത്തെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ആ ഒരു സ്റ്റേജിന് വേണ്ടി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ദൈവ മഹത്വത്താൽ നാം നിറഞ്ഞു കഴിയുമ്പോൾ കാന്ത ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ആത്മാക്കളെ ആകർഷിക്കപ്പെടാതാണ് ആ മോശയിൽ വെളിപ്പെട്ടത്. മോശ 40 ദിവസം ദൈവത്തോട് കൂടെ ആയിരുന്നപ്പോൾ, മോശ ഇറങ്ങി വന്നപ്പോൾ ആ മുഖം തേജസ്വന നിറയപ്പെട്ടപ്പോൾ ആത്മാവ് അവിടെ കടന്നു വന്നതുപോലെ, അവിടെ ആ മുഖം തേജസ് മറ്റുള്ളവർ കണ്ട് ആകർഷിച്ചതുപോലെ ആത്മാക്കളെ ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആത്മാക്കൾ കടന്നു വരും. അതിനായി അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ദൈവാഗ്രഹം. തുടർന്ന് അങ്ങനെ ഞാൻ വിശ്വാസം എന്ന ബുക്ക് എഴുതി. അത് മാത്രമല്ല, 2012 വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത എന്ന 3 എന്നിവ വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമെന്ന് ദൈവാത്മാവ് ഒരു വെളിപ്പാട് ലഭിച്ചു. ഞാൻ 2012 അതിനോടൊന്നിച്ച് കുറെ കാര്യങ്ങൾ ദൈവാത്മാവിനെ വെളിപ്പെടുത്തി. എന്നാൽ ഞാനത് അന്ന് പറഞ്ഞെങ്കിലും പിന്നത്തേതിൽ
14-ലാണ് ഞാൻ ആദ്യമായിട്ട് വിശ്വാസം ബുക്ക് എഴുതുന്നത്. അത് കഴിഞ്ഞ് ആ ബുക്ക് ഇങ്ങനെ പേന അടച്ചു വെച്ചപ്പോൾ ദൈവം വിശ്വസ്തരെ തേടുന്നെന്ന് എൻ്റെ ആത്മാവിൽ ഒരു ശബ്ദം കേൾക്കുക. ഞാൻ അത് എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ ഓർത്ത് തേടുന്നു എന്ന് എഴുതണ്ട, അന്വേഷിക്കുന്നു എന്ന് എഴുതാം. അത് എഴുതി വെച്ചിട്ട് അന്നൊരു ബൈബിൾ ക്ലാസ് ആയിരുന്നു. ഞാൻ സുരേഷ്മന്റെ മീറ്റിങ്ങിന് പോയപ്പോൾ ബ്രദർ എണീറ്റ് നിന്ന് പറയുകയാണ്, ഇന്ന് ചർച്ചിന്റെ ഒരു എമർജൻസി നീടാണ്, വിശ്വസ്തർ, ദൈവം സഭയിൽ വിശ്വസ്തരെ തേടുന്നു. ഗ്ലോറി ഹാലലൂയ. അപ്പോൾ ഞാൻ ഓർത്ത്, എന്നാൽ എൻ്റെ ബുക്കിന്റെ പേരാണ് അന്വേഷിക്കുന്നു വേണ്ട, തേടുന്നു. അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് വിശുദ്ധി എഴുതി. പ്രിയ സഹോദരൻ, ദൈവകൃപയാൽ ഞാൻ 12 മലയാളം ബുക്ക് എഴുതി. അതിന്റെ ട്രാൻസ്ലേഷൻ എല്ലാം കൂടി 18 ബുക്ക് എഴുതാൻ ദൈവകൃപ. ഞാൻ പറഞ്ഞില്ല, ചാണകം മെഴിയ ദൈവസഭയിൽ ചർച്ചിൽ ചാണകം മെഴി അതേ കൈകൊണ്ട് ഇന്ന് ബുക്ക് എഴുതുവാൻ അനേകം പേർക്ക് പ്രയോജനമായി തീരുന്നു. ആ വിശ്വാസം എന്നുള്ള ബുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഇങ്ങനെ 4 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇടയായി. മാത്രമല്ല, ഞാൻ അത് യൂട്യൂബിൽ ഇട്ടു, CD ആക്കി. 3 ബുക്ക് ഞാൻ CD ആക്കി. അത് വായിച്ചവരും അത് കേട്ടവരും പലരും അഭിഷേകത്താൽ നിറഞ്ഞ് പലരും സ്നാനമെടുത്തു. ആത്മഹത്യയിൽ നിന്ന് പോലും ജീവിതങ്ങളെ വിടിവിക്കുവാൻ തക്കണം അത് ദൈവം കാരണമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ അത്ര നിരാശയിൽ പോയി, ഞാൻ അത്ര ആത്മഹത്യ വക്കിൽ പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് ദൈവം എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നും നിരാശയിലുള്ള ജീവിതങ്ങൾ എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവിടെ ദൈവാശ്വാസം വരും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുന്നുണ്ടോ? ചിന്തിക്കുക, അവർ കൊടുത്തൊരു വിലയുണ്ട്. ഗ്ലോറി ഹാലലുയ. നമ്മെ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ചിട്ടല്ലാതെ നമുക്ക് അതിനെല്ലാം ഞാൻ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം എന്തായാലും ഞാൻ ഓർക്കുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിൽ കിടന്ന അവസരം 2 കുഞ്ഞുങ്ങളായ ശേഷമാണ് 2 കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് പൊതിഞ്ഞ് പ്ലാനിൽ കെട്ടിവെച്ചിട്ട്, ദൈവമേ, ഇത് നിന്റെ കുഞ്ഞുങ്ങളാണ്, നീ വളർത്തിക്കോ, എനിക്ക് അങ്ങ് വന്നാൽ മതി, എന്നെ എടുത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രാർത്ഥന ഞാൻ ആവശ്യമില്ലാതെ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയിലും കേൾക്കാറുണ്ട്. അപ്പൊ ഇതും കേൾക്കും എന്ന് ഞാൻ വിശ്വസിച്ച് കിടന്നുറങ്ങി. ഞാൻ പിറ്റേന്ന് രാവിലെ ചാടി എണീറ്റു. ഞാൻ സ്വർഗത്തിലാണെന്ന് ഓർത്താണ് എണീറ്റത്. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കത്തില്ല. എന്താ പ്രശ്നം വന്നാൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് തീർന്നിട്ട് എനിക്ക് പോകാം പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ആയുസ്സും ആരോഗ്യം ദൈവം നൽകണം. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഞാൻ ശ്രീചിത്രയിലെ നഴ്സിംഗ് ഓഫീസറാണ്. അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 33 വർഷത്തോളം ആകുന്നു. ഇപ്പോഴും ഡ്യൂട്ടിയാണ്, നൈറ്റ് ഡ്യൂട്ടി എൻ്റെ എല്ലാം ഉണ്ട്. ഫാമിലിയിൽ ഒരു പാർട്ട് സെർവന്റ് പോലും ഇല്ല. എന്നിട്ട് സുശ്രീയുടെ യൂട്യൂബ് ചാനലുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ബുക്ക് ഇപ്പോഴും എഴുതുന്നുണ്ട്. ഞാൻ മലയാളത്തിൽ 13ാമത്തെ ബുക്കാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദി 2, തമിഴ് 1, ഇങ്ങനെ എല്ലാം എഴുതി 2 പാട്ടുകൾ എന്നിലൂടെ ദൈവം എഴുതുവാനിടയായി. 3ാമത്തെ പാട്ട് എഴുതി. പക്ഷെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇടണമെങ്കിൽ നല്ല കാശാകും, അതുകൊണ്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാലും ദൈവം വാഗ്ദത്തം ചെയ്ത് കുടുംബമായി ശുശ്രൂഷ ചെയ്യുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ലോകരാജ്യങ്ങളിൽ അത് ദൈവത്തിന്റെ സമയത്ത് അത് ചെയ്യും. അതിനായി ദിവസങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തരുന്ന അവസരങ്ങൾ പാഴാക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഏതെങ്കിലും പ്രശ്നത്തിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ദൈവത്തിനെ മാറ്റി ദൈവം എപ്പോഴും പണിയുന്നത് ഒറ്റയ്ക്കിരുത്തിയാണ്, ഇരുട്ടിലിരുത്തിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടായിരിക്കാം, പക്ഷെ ഇരുട്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശം പ്രകാശിക്കുന്നത്. പ്രകാശത്തിന്റെ ഇടയിലിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണത്തില്ല, പക്ഷെ ഇരുട്ട് വരുമ്പോൾ നമ്മുടെ പ്രകാശം മറ്റുള്ളവർ കാണുന്നതിനിടയാകും. എന്റെ ജീവിതത്തിൽ പല ഏകാന്തതകൾ, പല ഇരുളിന്റെ അവസ്ഥകൾ, ആത്മീയര് പോലും ഒറ്റപ്പെടുത്തിയ അവസ്ഥകൾ, പലപ്പോഴും ഏറ്റവും കൂടുതൽ മുറിവേറ്റത് ഞാൻ ആത്മീയരിൽ നിന്നാണ്, ചർച്ചിൽ നിന്ന് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നാം സ്നേഹിക്കുന്നവരും നമ്മെ അണയ്ക്കേണ്ടുന്നവരും നമ്മെ സ്നേഹിക്കേണ്ടുന്നവരും കുത്തുമ്പോഴാണ് നമുക്ക് വേദന കൂടുന്നത്. അടുത്തു നിന്ന് കുത്തുമ്പോൾ അത് ഭയങ്കര വേദന ആയിരിക്കും. പക്ഷേ ദാവീദ് പറഞ്ഞതുപോലെ, ദാവീദിനെതിരായിട്ട് തലയിൽ മണ്ണുള്ള വാരിയിട്ട് ശപിച്ചപ്പോൾ അവിടെ ശിഷ്യൻ ചോദിച്ചു, അവന് വെട്ടട്ടെ എന്ന്. അപ്പോൾ ദാവീദ് പറഞ്ഞില്ല, ശിമയെ ദാവീദിനെ ശപിക്കുക എന്ന് ദൈവം ശിമയെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു, അവൻ ശപിക്കട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മെ കുത്താനും നമ്മെ മുറിവേൽപ്പിക്കാനും ദൈവം കൽപ്പിച്ചാക്കിയ ചിലവരുണ്ട് പ്രിയസഹോദരങ്ങളെ. അവർ കുത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ മുന്നോട്ടാണ്. പുറകിൽ കുത്തുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് കൂടും. നാം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ട്രെയിനിന് വേണ്ടി ഒരു വ്യക്തി പോയ കാര്യം. അപ്പോൾ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഈ വ്യക്തിയെ ഒരു പട്ടി ഓടിച്ചു. അതുകൊണ്ട് ഓടി ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ ആ ട്രെയിൻ കിട്ടത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പട്ടിക്ക് ടാറ്റ പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു. അതുപോലെ ഇന്നും എന്നെ കുത്തിയ വേദനിപ്പിച്ചവർക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരെ ഓർത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കണം. ഇപ്പോഴും അങ്ങനെ കുത്തിമുറിപ്പ് കിട്ടുന്നവരുണ്ടെങ്കിൽ ദൈവം പ്രേസന അടുത്ത ലെവലിലാണ്. നാം ഓരോ ശുശ്രൂഷയിൽ വരുമ്പോൾ നമ്മൾ അതിനൊരു വില കൊടുത്തേ മതിയുള്ളൂ. അതിനെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് തോന്നുന്നു.
എന്നാൽ ഞാൻ പറഞ്ഞ ആരും പ്ലാറ്റ്ഫോം തന്നില്ല. ഇപ്പൊ ഞാൻ പ്ലാറ്റ്ഫോമിലൊക്കെ പ്രസിഡന്റ് കുറെ നാൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് പ്ലാറ്റ്ഫോം വേണ്ട, എനിക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട, എനിക്ക് മൈക്ക് വേണ്ട എന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ മൈക്ക് ആഗ്രഹിച്ചവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും അത് ലഭിക്കാതിരിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ എന്നെ ഇന്ന് ലോകരാജ്യങ്ങൾ കർത്താവിന്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞ് പല ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത്, നിന്റെ ശബ്ദം ലോകരാജ്യങ്ങളിൽ പോകുന്നുണ്ടല്ലോ, അതുപോലെ ബുക്ക് ലോകരാജ്യം ഇന്റർനാഷണലി അവൈലബിൾ ആണ്, അതെല്ലാം പോകുന്നുണ്ട്, അത് തന്നെ ശുശ്രൂഷ. എപ്പോഴാണ് എനിക്ക് കണ്ണു തുറന്നത്. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ദൈവം ഉയർത്തുന്ന ദൈവം ഏതെല്ലാം രീതിയിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നൽകുന്ന അവസരം നാം പാഴാക്കരുത്. ആദ്യമേ എല്ലാവരും സ്റ്റേജും മൈക്കുമാണ് ആഗ്രഹിക്കുന്നത്. ഇല്ല, അല്പത്തിൽ വിശ്വസ്തരായവരെ ദൈവാധികത്തിൽ വിചാരണാക്കാം, പ്രാക്ടി കൊടുക്കാൻ പറ്റും. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടി 1 മണിക്കൂർ ദൈവദാസന്മാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ തിരക്കിന്റെ കാരണം ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറഞ്ഞു പോയോന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോഴത്തെ ഈ ആക്സിഡന്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ തീരുമാനമെടുത്താണ്, ദൈവമേ പിന്നെയും പ്രാർത്ഥിക്കാം എന്ന് വെച്ചാൽ, ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ പൊക്കൊണ്ടിരുന്ന DC സാമുൽ എന്ന ഒരു പാസ്റ്റർ പറഞ്ഞു, ഏതെങ്കിലും ദൈവദാസൻ തകർക്കപ്പെടുന്നെങ്കിൽ, അവിടെ ഫാമിലി തകർക്കപ്പെടുന്നെങ്കിൽ, അവര് എന്തെങ്കിലും കഷ്ടതയുടെ പോകുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കുറവാണ്. നിങ്ങൾ ഇന്ന് സന്തോഷമായി ജീവിച്ചിരിക്കുന്നത് അനേക ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഒക്കെ നല്ല അനുഗ്രഹമായിരുന്നു എന്ന്. അതുപോലെ യൂട്യൂബ് ഡെയിലി ചെയ്യുന്നു, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്റെ ഈ മൊബൈൽ ഫോണാണ്. ഒരു മൈക്കോ ഒരു എക്സ്ട്രാ ലൈറ്റ് ഫിറ്റിങ്ങോ ഒന്നുമില്ല. ദൈവകൃപയിൽ ഇത്രയൊക്കെ ചെയ്യാൻ ദൈവത്തിന്റെ കൃപയിൽ അതൊന്നുമില്ല. പിന്നെ ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യെസ് ലോർഡ്, ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന കർത്താവെ, ഞങ്ങൾ എന്തെല്ലാം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങളിവിടെ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല ഉണർന്റെ നീർച്ചാലുകളായി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീസസ് ഹല്ലേലൂയ. അന്ത്യകാല ഉണർന്റെ വാതിൽക്കലാണല്ലോ ഞങ്ങളായിരിക്കുന്നത്. വ്യക്തികളുടെ ഉണർവാണല്ലോ കർത്താവെ സഭയുടെ ഉണർവാണല്ലോ ദേശത്തിന്റെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ ഉണർവ് കർത്താവെ. ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചന പ്രകാരം ഈ ദിവസങ്ങള് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ, വചന ധ്യാനത്തിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ, കർത്താവിന് വേണ്ടി ഓടുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ എഴുന്നേൽക്കുവാൻ തക്കണം കർത്താവ്. ഏറ്റവും വലിയ ശുശ്രൂഷയായ പ്രാർത്ഥന പോരാളികളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം കർത്താവെ, സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ആത്മാക്കളെ വിടുവെച്ച ദൈവത്തിന്റെ രാജ്യത്തിലാക്കുന്ന കർത്താവ് പ്രാർത്ഥനാ പോരാളികളായി എന്നെയും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്രകാരം പ്രാർത്ഥനാ പോരാളികളുടെ കാര്യം ഗവൺമെന്റ് സ്വർഗം നോക്കും കർത്താവ്. ഈ ലോകത്തിലെ പട്ടാളത്തിന്റെ കാര്യം ഗവൺമെന്റ് നോക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കാര്യം നോക്കുന്നവരുടെ കാര്യം ദൈവം നോക്കുമെന്ന ആ ഒരു വലിയ വിശ്വാസത്തോട് മുന്നേറുവാൻ പരിശുദ്ധാത്മ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്ര, സകല മാനവും മഹത്വവും പോഴ്ചയും കർത്താവിന് തരുന്നു. കർത്താവ് എന്റെ സാക്ഷി കേൾക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹ വിഷയമാക്കി തീർക്കണമേ. ഇത് കേൾക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ കർത്താവ് നിത്യതയിൽ കാണുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരം നാമത്തിന് ആമേൻ, ആമേൻ.